ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്ന തദ്ദേശം 2025 എന്ന ഈ പരിപാടിയിൽ ചേലക്കര പഞ്ചായത്തിലെ പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും അസൈൻ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അതിന് പുറമെ മാധ്യമപ്രവർത്തകരും അവരുടേതായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ ചർച്ച നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്ന 3 രാഷ്ട്രീയ കക്ഷികളുടെയും സുഹൃത്തുക്കൾ നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ചേലക്കരയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയിരുന്ന രാഷ്ട്രീയ കക്ഷിയായ LDFൻ്റെ പ്രതിനിധിയോടാണ് ചുരുങ്ങിയ വാക്കുകളിൽ കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചേലക്കര പഞ്ചായത്തിൽ എടുത്തു പറയാവുന്നതായി നടത്തിയ നേട്ടങ്ങൾ എന്ന് വിശദീകരിക്കാൻ സമയം കൊടുക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ ആദ്യത്തെ സെഷൻ. എൻ്റെ പേര് എല്ലിശ്ശേരി വിശ്വനാഥൻ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പഞ്ചായത്തിനകത്ത് 120 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം 30-ാം തീയതിയോടുകൂടി ഈ പഞ്ചായത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എങ്കിലും മാർച്ച് മാസം 30-ാം തീയതിയോടുകൂടി സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 120 കോടി എന്നത് 145 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പഞ്ചായത്തായി മാറാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് വളരെ പ്രധാനമായി കണക്കാക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വാർഡ് മെമ്പർ ആരെന്ന് നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതായി UDF പ്രതിനിധിയോട് കഴിഞ്ഞ 5 വർഷത്തെ LDFൻ്റെ ഭരണസമിതിയുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കോട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സമയമാണ്. ഒരു ചെറിയൊരു 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തീർക്കേണ്ടതാണ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അജിത് താനിക്കൽ. ഞാൻ കോൺഗ്രസ് പാർട്ടീനെ UDFനെ പ്രതിനിധീകരിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ചേട്ടനും സുഹൃത്തുമായിട്ടുള്ള എല്ലിശ്ശേരി വിശ്വനാഥൻ പറഞ്ഞ പോലെ 120 കോടി രൂപയുടെ പദ്ധതി ഈ പഞ്ചായത്തിൽ ചെയ്തു. ടെൻറ്റേറ്റീവ്ലി മാർച്ച് എൻഡ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുമ്പോൾ ഏകദേശം 145 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും വേണ്ട. 145 കോടി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ടാണ്. ഈ എമൗണ്ടിന് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് പറയാമെന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഫസ്റ്റ് ഓഫ് ഓൾ. 2 പറഞ്ഞു, വിശ്വനാഥൻ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ വാർഡ് മെമ്പേഴ്സിനും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് പറയണത്. ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ 22 വാർഡായിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ നമ്മുടെ പഞ്ചായത്തുണ്ടായിരുന്നത്. എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളിലെയും വികസനം ഒരുപോലെയാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. സ്വജനപക്ഷപാതം കാണിച്ചതിൻ്റെ ഈ സോളിഡായിട്ടുള്ള എവിഡൻസുകൾ വരും സമയങ്ങളിൽ ചർച്ചകളിൽ ഞാൻ അതിൻ്റെ സോളിഡ് എവിഡൻസ് വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മുൻവശം വെച്ച് പറഞ്ഞുതരാം. അതാണ് എനിക്ക് ആമുഖമായിട്ട് വിശ്വനാഥൻ പറഞ്ഞതിൻ്റെ കൂടെ പറയുന്നത്. ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന വികസനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം, ഇപ്പോൾ ലൈഫാവട്ടെ, അല്ലെങ്കിൽ വീട് കൊടുക്കലാവട്ടെ, കന്നുകൂട്ടി പരിചയമാവട്ടെ, അല്ലെങ്കിൽ കാർഷിക മേഖലയാവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും സമഗ്രമായിട്ടുള്ളൊരു വികസനത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഐക്കണായിട്ട്, ഇതാണ് ചേലക്കര പഞ്ചായത്തിൻ്റെ ഐക്കൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. UDF പ്രതിനിധി പറയുന്ന ഒരു ഐക്കൺ പ്രൊജക്റ്റ് ഇല്ല, 125 കോടിയുടെ വികസനം ഇവിടെ നടന്നിട്ടില്ല എന്നാണ്. NDA പ്രതിനിധിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യത്തെ റൗണ്ടിൽ പറയാവുന്നതാണ്. ശേഷം വീണ്ടും തിരിച്ച് LDFൻ്റെ പ്രതിനിധിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഈ കഴിഞ്ഞ 5 വർഷം LDFൻ്റെ ഭരണമായിരുന്നു ചേലക്കരയിൽ നടന്നിരുന്നത് എല്ലാവർക്കും അറിയാം. ഈ കാലയളവിൽ
ഇവിടെ ചേലക്കര പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ കാണാവുന്ന എന്ത് പ്രോജക്റ്റാണ് ഇവിടെ നടപ്പാക്കിയെന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കർഷകർ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നടവഴികൾ, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടിയും ഇവിടെ കൈക്കൊണ്ടതായിട്ട് കാണുന്നില്ല. കാട്ടാന ശല്യം കൊണ്ട് കർഷകർ പൊറുതിമുട്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം കാട്ടാന ശല്യം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ. പിന്നെ ലൈഫ് മിഷൻ പദ്ധതി, അതിലെ അട്ടിമറി, അതുപോലെ പൊതു കളിസ്ഥലം എന്ന് പറഞ്ഞ ചേലക്കര പഞ്ചായത്തിൽ മേപ്പാടം ഭാഗത്തുണ്ടാക്കിയ ഗ്രൗണ്ട്, അതിലെ അഴിമതി, സർവത്ര അഴിമതിയിലാണ് ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ ഈ ഭരണം തുടർന്നുകൊണ്ടിരുന്നത്. ഇതിനെ ഇവിടുത്തെ പ്രതിപക്ഷവും കൂട്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടുപേരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെ ഈ ചേലക്കര പഞ്ചായത്തിലുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. അഴിമതി നിറഞ്ഞ, സർവത്ര അഴിമതി നിറഞ്ഞിട്ടുള്ള ഭരണമാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ പ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികളും ഇവിടെ ഒരു പുരോഗമന പ്രവർത്തനങ്ങളും ഇവിടെ കാണുന്നില്ല. ഒരു 20 കൊല്ലം മുമ്പ് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ചേലക്കര ബസ് സ്റ്റാൻഡ്, സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളും ഇതൊക്കെ നടപ്പിലാക്കിയുള്ള അതിനെ പുതുക്കിപ്പണിയലും മറ്റുള്ള സംവിധാനങ്ങളല്ലാതെ പുതിയതായിട്ട് എന്താണ് ഇവിടെ ഒരു വികസനം, എടുത്തു പറയത്തക്ക ഒരു വികസനം എന്ന് ഇവിടെ വ്യക്തമാക്കണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. LDF പ്രതിനിധിയോടാണ് അടുത്ത ചോദ്യം. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 125 കോടിയുടെ വികസന പ്രവർത്തനം രേഖകളിൽ മാത്രമേ ഉള്ളൂ, ആളുകളുടെ ഇടയിൽ ഇല്ലെന്നാണ് പ്രതിപക്ഷത്തിരിക്കുന്ന 2 പാർട്ടികളും പറയുന്നത്. അവർ ചോദിക്കുന്നത് ഏത് ഐക്കോണിക് പ്രൊജക്റ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? എന്താണ് LDF പ്രതിനിധിക്ക് പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഇങ്ങനെ ഒരു സംവാദത്തിന് തല്ലൂടാൻ പറ്റിയ തരത്തിൽ സംസാരിക്കാൻ പറ്റിയ ഒരു സ്വഭാവ രീതിയുള്ള ആളല്ല ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയും എന്ന വിശ്വാസമുള്ള ഒരാൾ മാത്രമാണ്. എന്നെ മറ്റ് തലത്തിൽ സംസാരിച്ച് എൻ്റെ വായടയ്ക്കാം എന്നതാണ് കണക്കാക്കണമെങ്കിൽ അത് കൗണ്ടർ ചെയ്യുക എന്നത് എൻ്റെ പ്രവർത്തന രീതിയല്ല, സംസാര രീതിയല്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സന്താനഗോപാലനും അജിത്തും പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. വാർഡ് തലത്തിലുള്ള വികസനത്തിന് കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അത് പ്രവൃത്തിയിൽ കാണിക്കാൻ കഴിയോ? ഞാൻ ഈ സംവാദത്തിന് വരുമ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി മനസ്സിൽ നിന്ന് എടുത്ത് പറയേണ്ടതായിട്ട് വരും എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്ക് കയ്യിൽ വെച്ചിട്ടില്ല. എവിടെയെങ്കിലാണ് വീട്ടിൽ വെച്ചിട്ട് വന്നു എന്നല്ല പറഞ്ഞത്, എൻ്റെ വണ്ടിയിലുണ്ട്, അതെനിക്ക് ആവശ്യവുമില്ല. അപ്പം ഞാനതങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയാൻ എൻ്റെ കഴിവിനനുസരിച്ച് കഴിയും എന്ന ഒരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് UR പ്രദീപ് MLA ആയി വന്നതിന് ശേഷം പഞ്ചായത്തിനകത്ത് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 90 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പഞ്ചായത്തിൻ്റെ പദ്ധതിയാണോ അതോ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണോ? പഞ്ചായത്തിലെ റോഡുകൾക്ക് റീടാറിങ് നടത്തി സംരക്ഷണം ഉറപ്പാക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടുന്ന റോഡുകൾക്ക് MLA ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം എന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി അനുവദിച്ച 1000 കോടി രൂപയിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിനകം ലഭിച്ചത്. 1000 കോടിയിൽ 90 ലക്ഷം ചേലക്കര ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 90 ലക്ഷം ലഭിച്ചു. ആ 90 ലക്ഷം രൂപയിൽ വെങ്ങാനല്ലൂർ നാട്ടേന്ദ്ര കുളിയാട്രി റോഡ് എന്നാണ് അതിൻ്റെ പേര്, അതിന് 15 ലക്ഷം രൂപ. ചേലക്കര കുറുമല റോഡ് 25 ലക്ഷം രൂപ. പുലാക്കോട് അടക്കോട് റോഡ് 25 ലക്ഷം രൂപ.
കളപ്പാറ മങ്ങാട് റോഡ് 25 ലക്ഷം രൂപ. ഇത് 4 കൂടിയും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 90 ലക്ഷം രൂപയായിട്ടുണ്ടാവും. ആ 90 ലക്ഷം രൂപയിൽ ചേലക്കര കുറുമല റോഡ് ഒഴികെ ബാക്കിയുള്ള ഓരോ റോഡും തന്നെ LDF ഭരണസമിതി അംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വാർഡല്ല എന്നും കൂടിയും സവിനയം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പൊതുകളിസ്ഥലം പഞ്ചായത്തിന് 14,13,47,000 രൂപയാണ് വിവിധ തലങ്ങളിൽ നിന്നായിട്ട് ഒരു വർഷം പഞ്ചായത്തിന് ചെലവഴിക്കാൻ കഴിയുന്ന ഫണ്ടായിട്ട് ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ പൈസ അത് ജനറൽ ഫണ്ട്, SC ഫണ്ട്, ST ഫണ്ട്, ബേസിക് ഗ്രാൻഡ്, ടൈഡ് ഫണ്ട് ഇങ്ങനെ തുടങ്ങിയ ഹെഡിലാണ് കിട്ടുക. ഓരോ ഫണ്ടും ചെലവഴിക്കേണ്ടതിൻ്റെ നിർദ്ദേശങ്ങളും അതാത് സർക്കാരുകൾ നൽകും. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാമെന്ന് പറയുമ്പോൾ തന്നെ കേരള സർക്കാർ അനുവദിച്ചു തരുന്ന ജനറൽ ഫണ്ടും SC ഫണ്ടും ST ഫണ്ടും എങ്ങനെ ചെലവഴിക്കണം എന്നും പറയുന്നുണ്ട്. 10% തുക ഫണ്ടിൻ്റെ 20% നിർബന്ധമായും ലൈഫിന് മാറ്റി വെച്ചതിന് ശേഷം വരുന്ന തുകയുടെ 10% തുക വനിതാ ഘടക പദ്ധതി എന്ന നിലയ്ക്കും 5% തുക വയോജനങ്ങളുടെ ക്ഷേമത്തിനും 5% തുക കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിനും വേണ്ടി മാറ്റിവെക്കണം. അതോടൊപ്പം തന്നെ ഉൽപ്പാദന മേഖലയിലെ 30% കുറയാത്ത തുകയും പശ്ചാത്തല മേഖലയിലെ 30% കൂടാത്ത തുകയും മാറ്റിവെച്ചിട്ട് വേണം ബാക്കി തുക ചെലവഴിക്കാൻ. വളരെ കൃത്യമായി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായി അക്കമിട്ടുകൊണ്ട് മറുപടിയാണ് LDF പ്രതിനിധി നൽകിയത്. ഇപ്പോൾ UDF പ്രതിനിധി ആരോപിച്ച ആരോപണങ്ങൾക്ക് കൗണ്ടർ ചെയ്യുന്ന വളരെ കൃത്യമായ മറുപടികൾക്ക് എന്താണ് UDF പ്രതിനിധിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എനിക്ക് പറയാനുള്ളത് മനസ്സിലാവാത്തൊരു കാര്യം, അതായത് ഒരു പഞ്ചായത്തിൽ ഒരു ഫണ്ട് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വനാഥൻ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു ഫണ്ട് 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ ഏതൊക്കെ മേഖലകളിൽ ചിലവാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വിശ്വനാഥൻ പറഞ്ഞത്. അതാണോ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച് വേണ്ടത്? ഒരു ഗ്രൗണ്ട് വാങ്ങുക എന്നുള്ളത് നമുക്ക് സിന്തറ്റിക് കോർട്ടോ അല്ലെങ്കിൽ വലിയ മറ്റേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടൊന്നും അല്ല നമ്മുടെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളോ ചോദിച്ചത്. സാധാ ഒരു ഗ്രൗണ്ട്, കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ കൊല്ലം, അതായത് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് 5 കൊല്ലം മുമ്പ് ഒരു 6 മാസക്കാലം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് UDF ഭരിക്കാനായിട്ട് ഇവിടെ ഇടവന്നു. ആ സമയത്ത് 3 മാസത്തോളം ആ സമയത്ത് വെങ്ങാനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് വാങ്ങുകയും ആ ഗ്രൗണ്ട് വാങ്ങി അതിലേക്ക് കളിസ്ഥലമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ്. അതിനുശേഷം പിന്നീട് ഭരണം മാറി പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ആ പരിപാടി കംപ്ലീറ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്തു. ഡ്യൂ ടു സം റീസൺസ് ഉണ്ടാവും, ടെക്നിക്കൽ റീസൺ ഉണ്ടാവും. ഈ ടെക്നിക്കൽ റീസൺസ് പരിഹരിക്കാനാണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ആണെന്ന് പറയുകയാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആവശ്യമില്ല. ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ മാറ്റാനായിട്ട് അവിടെ ചിലപ്പോൾ പക്ഷെങ്കിൽ മണ്ണ് മാറ്റുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അതിനെ ഓവർകം ചെയ്തിട്ട് അതൊരു ഗ്രൗണ്ടാക്കി സ്വപ്ന സാക്ഷാത്കാരം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു യുവജനങ്ങളോട് സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. പറഞ്ഞ ഒരു ആരോപണത്തിനോട് വളരെ കൃത്യമായിട്ട് ആൾ കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കൃത്യമായി എല്ലാ വാർഡുകളിലേക്കും കൃത്യമായിട്ടാണ് തുക വിനിയോഗിച്ചതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ഓക്കെ, അതിലേക്കാണ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 3 MLA ഫണ്ട് ഉപയോഗിച്ചിട്ട്, അതായത് 90 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് 3 റോഡുകൾ നടത്തിയെന്നാണ് പറയുന്നത്. അതിൽ പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡ്, ഞാൻ ഇപ്പോൾ വിശ്വനാഥൻ പറഞ്ഞ ഒരു വാർഡിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. ചേലക്കര കുറുമല റോഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പോയിട്ടൊന്ന് നോക്കുക, അതിൽ 25 ലക്ഷം രൂപ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 ലക്ഷം രൂപ ചിലവാക്കി എന്നാണ് പറഞ്ഞത്. അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപ എന്നാണ്. അല്ലേ? എത്ര എന്തായാലും ആ സാധനം ഞാൻ സബ്ജക്റ്റ് ടു കറക്റ്റാണ്. എന്താവട്ടെ, ആ റോഡ് നീ നേരാക്കി ഗോപി പ്രതിദാനം ചെയ്യുന്ന ആ വാർഡിൻ്റെ റോഡ് നേരാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോഡ് നേരാക്കുന്ന സമയത്ത് അതിൻ്റെ കാനകൾ വേണം, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ടുള്ള പല തവണ പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം.
രണ്ട്, ഒരു MLA ഫണ്ട് വെച്ചിട്ടാണോ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഗ്രാമീണ റോഡുകളും നേരാക്കുന്ന കാര്യം പറയുന്നത്? ഇപ്പോൾ പറഞ്ഞത് 25 ലക്ഷം രൂപ വെച്ചിട്ട് 3 വാർഡുകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ സംവാട്ട് ആ ഫിഗേഴ്സ് വെച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതല്ലാതെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകളില്ലേ, അത് വെച്ചിട്ട് ഗ്രാമീണ റോഡുകൾ നേരാക്കുന്നില്ലേ? എന്താണ് സുബ്രഹ്മണ്യം കോവിൽ റോഡിൻ്റെ സ്ഥിതി? ഇപ്പോൾ വന്ന് നോക്കുക, സുബ്രഹ്മണ്യം കോവിൽ റോഡിൻ്റെ സ്ഥിതി എന്താ? ഞാനടക്കമുള്ള എൻ്റെ ജനപ്രതിനിധി അടക്കമുള്ള മായ ടീച്ചർ അടക്കമുള്ള സ്ഥലത്തുള്ള റോഡിൻ്റെ അവസ്ഥ എന്താ നോക്ക്, അവിടുത്തെ കാനഡ അവസ്ഥ എന്താ നോക്ക്. അപ്പോൾ പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ എന്നുള്ള കാര്യത്തിൽ ഈ റോഡിൻ്റെ വികസനത്തിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഓരോ മേഖല, ഞാൻ അതിന് ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കാർഷിക പദ്ധതി ഈ ഗുണഭോഗ ലിസ്റ്റ് 22-23 ഓഡിറ്റ് നമ്പർ പേജ് നമ്പർ 46 എടുത്തൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ പറഞ്ഞ കാർഷിക പദ്ധതിയിൽ ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഞാൻ സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ടാണ്. സ്വജനപക്ഷപാതത്തിൻ്റെ കാരണം അതിലെന്താ കാര്യം? ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ല. ഓഡിറ്റ് ഞാൻ പറഞ്ഞല്ല, പേജ് നമ്പർ 46 പ്രകാരം ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ല, കൃത്യമായ ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ല. എന്താ കൃത്യമായ ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താ? ഇല്ലേ? എന്തായാലും പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പൈസ സ്പെൻഡ് ചെയ്യാതെ ഒരു കാരണവശാലും ഇത് കൊടുക്കില്ല. പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാവാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ സ്വജനപക്ഷപാതം നടന്നുകൊണ്ടാണ്. ഒരു ഇൻസിഡൻറ്റ് വീണ്ടും അടുത്ത് വേണമെങ്കിൽ പറയാം. ഈ SC കട്ടിൽ വിതരണം നടത്തിയ ഗുണഭോക്തൃ ലിസ്റ്റ് അതിൽ നോക്കാം. അതിൻ്റെ പേജ് നമ്പർ 39 20-21 കാലഘട്ടത്തിലെ, പേജ് നമ്പർ 38 23-24 കാലഘട്ടത്തിലെ ഓഡിറ്റ് നമ്പർ പേജ് നമ്പർ ഞാൻ പറഞ്ഞത്, അതിലും ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ല. എന്ത് ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ലാതെ പദ്ധതികൾ പരിപാടികൾ ആളുകൾക്ക് കൊടുത്തു? ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അടമണ്ടായിട്ട് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടോ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് 135 കട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 135 ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാവണം, വേണ്ടേ? അത് എങ്ങനെ തെരഞ്ഞെടുത്തു വേണ്ടേ? അത് എന്തിന്റെ മാനദണ്ഡത്തിലാണ് തെരഞ്ഞെടുത്തെന്ന് വേണ്ടേ? അതില്ല. ഞാൻ പറഞ്ഞതല്ല, ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഗുണഭോക്തൃ ലിസ്റ്റിൽ അനർഹരായ ആളുകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തിയെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. ആയിക്കോട്ടെ, അടുത്ത റൗണ്ടിൽ അതിനുള്ള മറുപടി ഭരണകക്ഷി പറയുന്നതായിരിക്കും. കഴിഞ്ഞ റൗണ്ടിൽ താങ്കൾ ആരോപിച്ചു പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ട് ഒരുമിച്ച് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ നടക്കുന്നത്. 2 കക്ഷികൾ അതിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് താങ്കൾക്ക് ഈ റൗണ്ടിൽ, അടുത്ത റൗണ്ടിൽ വരും LDF-ഉം UDF-ഉം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ ചേലക്കര? തീർച്ചയായിട്ടും ഒരു മിനിറ്റ് തരണം. അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന് BJP പ്രതിനിധി സന്താനേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ 63ഓളം കേസുകൾ UDF പ്രതിനിധികൾക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേസ് വന്നിരിക്കുന്നത്? 63ഓളം കേസ് കോടതിയിൽ കയറി അല്ലെങ്കിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ പറഞ്ഞ പഞ്ചായത്തിനെതിരെ സമരം നടത്തിയതിനും പഞ്ചായത്തിനെതിരെ കാര്യങ്ങൾ നടത്തിയതിനുമുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കേസുകളാണ്. BJP പ്രതിനിധികൾക്ക് കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് സബ്ജക്റ്റ് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഇതുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ BJP പ്രതിനിധിയായിട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വിയോജനക്കുറിപ്പ് മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ എല്ലാ പരിപാടികളും നടത്തുമ്പോൾ ഇവരും ആ പ്രാതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവരെത്രത്തോളം വിയോജനക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെന്തെല്ലാം കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും സോളിഡായിട്ടുള്ള എവിഡൻസ്. വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് അതിന് UDF പ്രതിനിധി ഇവിടെ നൽകിയത്. NDA പ്രതിനിധി BJP പ്രതിനിധിക്ക് എന്താണ് ഇനി പറയാനുള്ളത് നോക്കാം. അടുത്തൊരു റൗണ്ട് കൂടി നമ്മൾ ക്വിക്കായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ സദസ്സിലിരിക്കുന്ന ആളുകളിലേക്ക് പോകുന്നതാണ്. ഈ LDF-ൻ്റെ പ്രതിനിധിയായ വിശ്വേട്ടൻ ഈ അജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഫണ്ട് വിനിയോഗിക്കുന്നത് എങ്ങനെയെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഞാൻ ചോദിച്ചത് ഫണ്ട് വിനിയോഗമല്ല, എത്ര ഫണ്ട് വിനിയോഗിച്ചു, എന്ത് ചെയ്തു എന്നുള്ളതെല്ലാം നമുക്കറിയേണ്ടത്. ഇവിടെ ഈ ചേലക്കര പഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ, അതിലെ അഴിമതിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. 6000-ഓളം പ്രോജക്റ്റുകൾ ഈ അടുത്ത കാലത്ത് നടപ്പാക്കിയ ചേലക്കര പഞ്ചായത്തിൽ. ഈ 6000 പ്രോജക്റ്റിൽ സർവത്ര അഴിമതിയാണ്. അതിൻ്റെ വിവരാവകാശ രേഖ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത് വ്യക്തമായി ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിച്ചത്. ലൈഫ് മിഷനിൽ അഴിമതി, അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നില്ല. ഈ റോഡ് വികസനത്തെക്കുറിച്ചും ഇവിടുത്തെ കർഷകരെ കുറിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അദ്ദേഹം പറയണം. പിന്നെ അതിദരിദ്രരുടെ പട്ടിക, ഇവിടുത്തെ ചേലക്കര പഞ്ചായത്തിലെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 26 പേര് 11ാം വാർഡിൽ, കളപ്പാറ കാളിയാർ റോഡ് 11ാം വാർഡിൽ 26 പേര് ST വിഭാഗത്തിൽ. 25 പേര് മാത്രം ഇവർ പരിഗണിച്ചിട്ട് ഒരാളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയണം. ഈ പഞ്ചായത്ത് എന്തുകൊണ്ട്? അതിസമ്പന്നനായതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയത്? ഒരു പാവപ്പെട്ട
ഒരു ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട ഒരാളെ ഒഴിവാക്കുന്നത്? എന്തിനൊഴിവാക്കി? ഫണ്ടില്ലാത്ത കൊണ്ടാണോ? എന്താണെന്നുള്ളത് അദ്ദേഹം പറയണം ഇവിടെ. അതുപോലെ മേപ്പാട് ഗ്രൗണ്ടിൻ്റെ കാര്യം, ഗ്രൗണ്ടിൻ്റെ പുനരുദ്ധാരണമാണ്. ഇതിനു മുമ്പുള്ള മറ്റേ UDFൻ്റെ ഭരണകാലത്താണ് ഇവിടെ മേപ്പാടത്ത് ഗ്രൗണ്ട് കളിസ്ഥലം എടുത്ത് അത് പണി തുടങ്ങിയത്. അതിൻ്റെ പുനരുദ്ധാരണം ആണ് ഈ ഭരണസമിതി നടത്തിയത്. അതിൽ വൻ അഴിമതി അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന്. അതിൻ്റെ മറുപടി അദ്ദേഹം പറയണം ഇവിടെ, എന്താണത് നടത്തിയത് എന്നുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ പണി ഇവർ നടത്തിയത്. എന്താണ് അവിടെ നടത്തിയത്? അതിൽ എത്ര ലക്ഷം രൂപ? അതുപോലെ ഫലകം സ്ഥാപിക്കലാണ് സർക്കാർ ഈ ഇവരുടെ 3500 രൂപ ഒരു ഫലകം സ്ഥാപിക്കാനുള്ള ചിലവ്. ആ 3500 രൂപയുടെ ഫലകം സ്ഥാപിക്കുക, അവിടുത്തെ വർക്ക് നടത്തി ഫോട്ടോ എടുത്തു, അത് അനുമതിക്കായി അയച്ചു കൊടുത്തു, ഫണ്ട് വാങ്ങിക്കുക, അത് അനധികൃതമായി ചെലവഴിക്കുക. ഓക്കെ, കൃത്യമാണ് അങ്ങ് പറഞ്ഞത്. ഇനി അടുത്തൊരു റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഇവിടെ സദസ്സിലിരിക്കുന്ന ആളുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ചോദിക്കാനുള്ള ആളുകൾക്ക് എണീറ്റ് നിൽക്കാവുന്നതാണ്. ഞാൻ മൈക്ക് പാസ് ചെയ്യുന്നതാണ്. ആദ്യമായി LDF പ്രതിനിധിയോടാണ് ആദ്യത്തെ ചോദ്യം. അദ്ദേഹം പറഞ്ഞു ചുരുക്കി പെട്ടെന്ന് ചോദിക്കണം. ഇവിടെ കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ കണക്ക് ആളിവിടെ വായിച്ചു. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഒരു വർഷക്കാലം പദ്ധതി വിഹിതമായി കിട്ടുന്ന ഫണ്ട് ഏതൊക്കെ മേഖലയിൽ എത്ര ശതമാനം വിനിയോഗിക്കണമെന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമാണ് ഇവിടെ പറഞ്ഞത്. ഒരു കാര്യം, ആ നിർദ്ദേശമല്ല ഞങ്ങൾ ചോദിച്ചത്. UDF പ്രതിനിധി ചോദിച്ചത് തനതായ 10 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന തനതായിട്ടുള്ളൊരു വികസന പ്രവർത്തനം എന്താണ് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ 30 വർഷക്കാലമായിട്ട് 1996 മുതൽ ഇപ്പോൾ 2026 ആവാൻ പോകുക, 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ 30 വർഷക്കാലമായിട്ട് ജനപ്രതിനിധി, ഈ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി LDFൻ്റെ പ്രതിനിധിയായിരുന്നു. ആ LDFൻ്റെ പ്രതിനിധിയായ അന്ന് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ പറയുന്നതാണ് ചേലക്കര ബൈപ്പാസ്. ആ ചേലക്കര ബൈപ്പാസ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ പറഞ്ഞു 25 ലക്ഷം രൂപ വീതം റോഡുകൾക്ക് അനുവദിച്ചു. ആ റോഡുകൾക്ക് അനുവദിക്കുമ്പോൾ എത്രയോ ബോർഡുകൾ 3 വർഷക്കാലമായി വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ, കുളങ്ങൾ നേരെയൊക്കെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ കർഷകരെ സഹായിക്കാനുള്ള ചീർപ്പ് നേരെയാക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഫ്ലെക്സ് ബോർഡ് നടത്തും. 1,17,00,000, 3,13,00,000 എന്ന് പറഞ്ഞ് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ഫ്ലെക്സ് ബോർഡൊക്കെ ഈ ഇലക്ഷൻ വന്നപ്പോൾ ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്ത് പാർട്ടി ഓഫീസിൽ കൊണ്ടുവച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതല്ലല്ലോ വികസന പ്രവർത്തനം എന്ന് പറയുന്നത്. തനതായ കുറച്ച് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ എന്താണ് ചേലക്കര പഞ്ചായത്ത് നടപ്പിലാക്കി 10 വർഷക്കാലം? വളരെ കൃത്യമാണ്. അതിന് മറുപടി പറയാവുന്നതാണ്. ഫ്ലക്സ് വികസനമാണെന്നാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഒരു പദ്ധതിക്ക് ഫണ്ട് ലഭിക്കാനിടയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഫ്ലക്സ് വയ്ക്കുക എന്നത് സാധാരണ രീതിയാണ്. അത് പ്രകാരം ഫ്ലക്സ് വയ്ക്കും. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആധികാരിക രേഖ എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വികസന രേഖയിൽ ആ ഫ്ലക്സ് വെച്ചിട്ട് നടക്കാതെ പോയ ഒരു പദ്ധതിയെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. എല്ലാ പദ്ധതിയും നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഫ്ലക്സ് വെച്ചത് മുഴുവൻ നടന്നു എന്നല്ല പറഞ്ഞേ. ഞാൻ ഉദാഹരണത്തിന് പറയാം, കണ്ടംകുളം അവിടെ ഒരു ഫ്ലക്സ് വെച്ചു, അത് നടപ്പാക്കാത്തതാകാം. ഷാജി പങ്ങാരപ്പള്ളിക്കാരനാണ് എന്ന നിലയ്ക്ക് പറയാതെ പറഞ്ഞത്. അത് 3,15,00,000 രൂപ അനുവദിച്ചുകൊണ്ട് നബാർഡിൻ്റെ ധനസഹായത്തോടു കൂടി പഞ്ചായത്തിൻ്റെ 10% തുക മാറ്റിവെക്കേണ്ട ഒരു പദ്ധതിയാണ്. അത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ നബാർഡുമായിട്ട് ഏർപ്പാട് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. നടക്കാൻ കാലതാമസം വരുന്നു എന്നതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയരുത്. വികസന രേഖയിൽ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബൈപ്പാസിന്റെ കാര്യം, പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം അടക്കോട് പുളിക്കുളം വില്ലടത്തുപടി റോഡ് 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു, പണി ആരംഭിച്ചു. അപ്പോൾ ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് പ്രവർത്തനം നടക്കില്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനകത്ത് 28.5 കോടി രൂപയുടെ ഒരു ബിഗ്
പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഫ്ലെക്സ് വെച്ചിട്ടില്ല, മുഴുവൻ നടപടികളും പൂർത്തീകരിച്ചു. ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് ഈ പറയാനുള്ള സമയം തരണം. SC കട്ടിൽ വിതരണത്തിന് വേണ്ടിയിട്ട് ഗുണഭോക്തൃ ലിസ്റ്റ് ഇല്ലാതെ അടുത്ത ചോദ്യം ആർക്കെങ്കിലും. അതായത് 3 ദിവസം വെച്ചെടുത്തുകൊണ്ടുമല്ല, 3 വർഷക്കാലം. ഞാൻ പറയുമ്പോൾ കണ്ടംകുളം കോളനിയുടെ ഈ കുളത്തിൻ്റെ അവിടെ കണ്ടംകുളം കുളത്തിൻ്റെ അവിടെ 3 വർഷമായിട്ടിരുന്ന ബോർഡാണ് 15 ദിവസം മുന്നേ എടുത്തുകൊണ്ട് പോയത്. ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ മികവുകൾ എന്താണെന്നൊക്കെ പറയാനും കോട്ടങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനൊക്കെ ആയിട്ടുള്ള വേദി തന്നെയാണുള്ളത്. സബ്കി സാത്ത് സബ്കി വികാസ് എന്ന മുദ്രാവാക്യവുമായിട്ട് BJP ഭരണത്തിൽ എത്തിയതിന് ശേഷം ഇതിപ്പോൾ വർഷങ്ങൾ ഇങ്ങനെ താണ്ടി പോകുന്നു. കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ചോദ്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നതിനുള്ള സമയം ഞങ്ങൾക്കും തരണം. ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു ചേലക്കര എത്രയോ കോടികൾ ചിലവായി, 132 കോടി എത്രയോ ചിലവായിക്കൊണ്ട് ചേലക്കരയിൽ കൂടെ പോകുന്ന ഈ റോഡ് എത്ര ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നറിയാമോ? കുടുസായ റോഡ്, വണ്ടി ഒന്ന് സൈഡാക്കി ആ തിണ്ടയിൽ തട്ടി ഈ അറ്റം മുതൽ അറ്റം വരെ ആ സ്ലാബുകളൊക്കെ പൊങ്ങി നിൽക്കുന്നു. ഒരടിയോളം പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ സ്ലാബുകളൊക്കെ ഒന്ന് ആ റോഡിനോട് ലെവലായി തന്നെ ഇങ്ങനെ പരത്തിയിരുന്നെങ്കിൽ തൽക്കാലം ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയെങ്കിലും ചെയ്യാമായിരുന്നു. എത്ര വയസ്സായ ആളുകൾ ഈ റോഡിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുന്നതെന്ന് അറിയാമോ? വയസ്സായ ആളുകളുടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ, തത്വദീക്ഷയില്ലാതെ, ദീർഘദൃഷ്ടിയില്ലാതെ ചേലക്കരയിലെ റോഡ് പണിതേക്കുകയാണ്. ഈ ചേലക്കര ടൗണിൽ കൂടെ നടക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുപ്രവർത്തകർ മനസ്സിലാക്കിയിട്ട് ശബ്ദിക്കുന്നില്ല. മറ്റൊരു കാര്യം, പഞ്ചായത്തല്ല റോഡ് പണിയുന്നത്. ആര് പണിയുന്നതും ഇവിടെ എതിർക്കാൻ വേണ്ടി ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ പ്രതിനിധി ഉണ്ടായിരുന്നില്ലേ? പഞ്ചായത്ത് ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? ഇനി മറ്റൊന്നും, വയനാട്ടിലേക്ക് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ധാരാളം കഴിഞ്ഞു പോകുന്നു. ഇവിടുത്തെ കാര്യം പറയാം, ഉദാഹരണം കാണിക്കുക. പടിഞ്ഞാറ്റുമുറിയിൽ 19-ാം വാർഡ് ഇപ്പോൾ 20 വാർഡായി. അതിൻ്റെ മുകളിലൊരു മണ്ണാത്തിപ്പാറയുണ്ട്. ആ മണ്ണാത്തിപ്പാറയുടെ മുകളിൽ ഒരു വലിയ ഒരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ റിസോർട്ട് പണി വരുന്നു എന്നുള്ള ഒരു ഞാൻ എടുത്തറിഞ്ഞത്. ആ കാടിൻ്റെ അവസ്ഥ ആലോചിക്കണം. ഗംഭീരമായ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ഉരുൾപൊട്ടുന്ന മേഖല, അസുരൻകുണ്ട് ഡാം, പീച്ചി ഡാം, വാഴാണി ഡാം, ആ മലയോര പ്രദേശത്താണ് ഈ പരിപാടി മുഴുവനുള്ളത്. ഒരു ഉരുൾപൊട്ടൽ 3-4 തവണ ഉണ്ടായിട്ടുള്ള മേഖലയാണത്. കാട്ടാന ശല്യം. ആ മേഖലയിൽ ഈ പഞ്ചായത്ത് അതിൽ ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് അത് അനുമതി കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ തരണം ചെയ്തുകൊണ്ട് വേണം അത്തരം ഒരു സ്ഥാപനത്തിന് അവിടെ അനുമതി കിട്ടാൻ. ഒന്ന് ആലോചിക്കേണ്ടത് അവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ. കൃത്യമാണ്, ചോദ്യം കൃത്യമാണ്. എന്താണ് ഭരണകക്ഷിയിൽപ്പെട്ടത് LDFന് ഇതിന് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനുശേഷം LDF പ്രതിനിധികൾക്ക് ചോദിക്കാവുന്നതാണ്, മാധ്യമപ്രവർത്തകർക്കും ചോദിക്കാവുന്നതാണ് ചോദ്യങ്ങൾ. ബൈപ്പാസ് റോഡ് നിർമ്മാണത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ബൈപ്പാസ് റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇത് ആര് ചോദിച്ചതിൻ്റെ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഞാൻ എല്ലാ പോയിൻറ്റും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിനൊക്കെ മറുപടിയുണ്ട്. അത് 2 കൂട്ടരും ചോദിക്കണത് എന്നോടാണ് എന്നതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും മറുപടി പറയാനുള്ള സമയം തന്നെ രാജഗോപാലേട്ടൻ ചോദിച്ചു, അതുപോലെ തന്നെ അജിത്ത് ചോദിച്ചു, സന്താനഗോപാലൻ ചോദിച്ചു. ഇതിനൊക്കെ മറുപടി പറയാൻ ഞാൻ ഒറ്റയാളേ ഉള്ളൂ എന്നതുകൊണ്ട് ചുരുക്കി മറുപടി പെട്ടെന്ന് പറഞ്ഞു. ഇനി ആരാണ് ചോദിച്ചതെന്ന് അറിയില്ല. ഈ ST കോളനിയിലെ 24 പേരിൽ ഒരാളെ ഒഴിവാക്കി, അതിദരിദ്രരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു. ST കോളനിയിലെ 21 വീടിലായിട്ട് 91 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതിലെങ്ങനെയാ 24 കുടുംബങ്ങളെ ഒഴിവാക്കുക, അല്ല ഉൾപ്പെടുത്തുക? ആകെ 21 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു വീട്ടിലത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾ മരിച്ചുപോയി. പിന്നെ ബാക്കി 60, ആകെ ജനസംഖ്യ 91. പിന്നെങ്ങനെ 24 ആളെ അതിദരിദ്രരാക്കും? അതിദാരിദ്ര്യമില്ലായ്മ ചെയ്തു എന്നാണ് പറഞ്ഞത്, ദാരിദ്ര്യമില്ലായ്മ ചെയ്തു എന്നല്ല സർക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ST കോളനിയിലെ ആ അതിദരിദ്രരുടെ കണക്ക് പറയണതിൽ യാഥാർത്ഥ്യമില്ല എന്ന് വിനയപൂർവ്വം പറയാണ്. അതുപോലെ തന്നെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി UDF പ്രതിനിധിക്ക് ഒന്ന് ചോദിക്കണം, ഒന്ന് ഇടപെട്ടാൽ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ അതിദരിദ്രരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്
പ്രൊജക്ട് നമ്പർ 50/24, പഞ്ചായത്തിൻ്റെ പ്രൊജക്ട് നമ്പർ 50/24, അതിദരിദ്രർക്കുള്ള കുടുംബങ്ങൾക്ക് സഹായം ആർക്ക് കൊടുത്തു, എങ്ങനെ തിരഞ്ഞെടുത്തു, അതിദരിദ്രർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിയമപ്രകാരം പറ്റാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുവോ? പ്രൊജക്ട് നമ്പർ 50/24 അതിദരിദ്രരുടെ കാര്യത്തിൽ ചോദിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചോദിച്ചു വെച്ചുള്ള കാര്യമാണ് പറയുന്നത്. 50/24 പ്രൊജക്ട് പ്രകാരം അതിദരിദ്രർ ആരെ എങ്ങനെ തിരഞ്ഞെടുത്തു, വാങ്ങിച്ചു കൊടുക്കാൻ നിയമപ്രകാരമുള്ള സാധനങ്ങളാണോ വാങ്ങിച്ചു കൊടുത്തത്? അതിദരിദ്രർക്ക് പദ്ധതി വെച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തുവോ, എങ്ങനെ വാങ്ങിച്ചു കൊടുത്തുവോ എന്ന് പറഞ്ഞാൽ 32 പേരാണ് പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിലുള്ള ആളുകളെ കുടുംബങ്ങളായിട്ട് കണ്ടെത്തിയിരുന്നത്. ആ പല സർവേകളും നടന്ന് ഫോക്കസ് ചർച്ചകൾ നടന്നതിന് ശേഷം കണ്ടെത്തിയ കുടുംബങ്ങളെ അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ എന്തൊക്കെ ആണ് നൽകേണ്ടത് എന്ന് പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള VOയും അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ മുഴുവൻ കുടുംബങ്ങളിലെയും വീടുകളിൽ പോകേണ്ടായിട്ടുണ്ട്. അത് പ്രകാരം അന്ന് തന്നെ 17 കുടുംബങ്ങൾക്ക് വിവിധ പദ്ധതികൾ ആവശ്യമുള്ളൂ. ഉടൻ നടപ്പിലാക്കേണ്ട പദ്ധതികൾ, ഹ്രസ്വകാല പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ എന്നീ നിലയ്ക്കാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നത്. നമ്മുടെ അജിത്ത് സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ആ പ്രൊജക്റ്റിനകത്ത് ആ ഗുണഭോക്താക്കൾക്ക് എന്താണോ ആവശ്യമായി വന്നിരുന്നത്, വീട് റിപ്പയർ, കക്കൂസ്, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, സ്ഥലം വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ് ഓരോ കുടുംബങ്ങൾക്ക് ആവശ്യമായി വന്നിരുന്നത്. അത് ആ പദ്ധതികളുടെ രീതി അനുസരിച്ച് തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി വിട്ടുപോകാതിരിക്കാൻ പറയുകയാണ്. 5 വർഷത്തിനകം പല പദ്ധതി നടത്തിപ്പിലും അഴിമതി ഉണ്ട് എന്ന നിലയ്ക്ക് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അവരെ ഞാൻ വെല്ലുവിളിക്കാനൊന്നുമില്ല. എൻ്റെ രീതി അതല്ല, ഒരു സമവായത്തിൻ്റെ രീതിയാണ്. അവർക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഇതിനായിട്ടും വലിയൊരു ജനാധിപത്യം കാണാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ടാണ് LDF പ്രതിനിധി പറയണത്. പ്രതിഭേ, ഇപ്പൊ വിശ്വനാഥൻ പറഞ്ഞത് അതിൽ ഒരു പ്രശ്നമുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ച കാര്യം ഞാനിത് വെറുതെ പറയുന്നതല്ല. ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചാൽ അതിദരിദ്രർക്ക് കൊടുക്കാനായിട്ട് കേരള സർക്കാർ ഒരു നോംസ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നു, അതുപ്രകാരമുള്ള എക്യുപ്മെന്റ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. 1, 2 ആ കൊടുത്ത ആൾക്കാർ ഈ പട്ടികയിലുള്ളവരല്ല, അവരെങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ എഴുതി വെച്ചിട്ടില്ല. അതില്ലാതെ അത് കൊടുത്തു എന്ന് പറയാം. ഓക്കെ, ഒരാൾക്ക് കൊടുത്തു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ, അതിന് വിരോധമില്ല. ലിസ്റ്റിൽ പെടാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി മാറിപ്പോകും. നിർവഹണ ഉദ്യോഗസ്ഥൻ ശമ്പളം വാങ്ങിക്കില്ല, പണി ഉണ്ടാവില്ല, പെൻഷൻ വാങ്ങിക്കില്ല. അത് മനസ്സിലാക്കി വിശദമായിട്ട് പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങില്ല, ശരിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കുക. കൃഷി ഓഫീസർ, അതുപോലെ AE, അതുപോലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇവർക്കൊക്കെ ഫൈനാ, എല്ലാവരും അടയ്ക്കണം. ഓരോ കൊല്ലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 21, 22, 20, 21, 22 എല്ലാത്തിലും കൃഷി ഓഫീസർ ഇത്രയും രൂപ തിരിച്ചടക്കണം, AE ഇത്രയും രൂപ തിരിച്ചടക്കണം, എന്താ പറയുക, VO ഇത്രയും രൂപ തിരിച്ചടക്കണം, സെക്രട്ടറി ഇത്ര രൂപ തിരിച്ചടക്കണം. ഓരോ ഓഡിറ്റ് റിപ്പോർട്ടും ശരിയാണ്. ഇംപ്ലിമെന്റിംഗ് ഓഫീസറെ കുറ്റം. ഇതിനാണ് ഭരണസമിതി, ഇതിനാണ് നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം. എല്ലാ വർഷവും ഫൈൻ അടച്ചിട്ടുണ്ടോ? ഫൈൻ അടയ്ക്കാൻ ആകെ വന്നിട്ടുള്ളത് 2004 UDFിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന 18 പേർക്കും അന്നത്തെ സെക്രട്ടറി ആയിരുന്ന രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കും 37,213 രൂപ വീതം ഫൈൻ അടയ്ക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വന്നത് VO ദീപ ഇരിക്കുന്ന കാലത്ത് ഒരാൾക്ക് 50,000 രൂപ. നിങ്ങളുടെ കാലത്ത് അടച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? അതാ ഞാൻ പറയണത്. ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവായിട്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാകുന്നേ. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറയണത്, ഈ നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള ദീപ 50,000 രൂപ റിപ്പയറിന് കൊടുക്കേണ്ടതിന് പകരം ഒരാൾക്ക് വീണ്ടും 25,000 രൂപയും കൂടി അയച്ചു. അത് അവർ കയ്യിൽ നിന്ന് എടുത്തടച്ചു. അങ്ങനെ പാടില്ലാത്തതായിരുന്നു. ലിസ്റ്റിൽ പെടാത്ത ഒരാൾക്കും അതിദരിദ്രരുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല.
മുഖ്യമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാനിവിടെ ഈ ഷെഡ്യൂൾ ട്രൈബിൻ്റെ കാര്യം പറഞ്ഞത് ഒരാൾ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരിച്ചുപോയ ആളുടെ കഥയല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുത്തിട്ടില്ല. ഒരാൾ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത്. മരിച്ചുപോയ ആളുടെ കണക്കൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ ലൈഫ് മിഷൻ്റെ കാര്യം പറഞ്ഞു. ലൈഫ് മിഷൻ ഫേസ് 1-2 2017 മുതൽ 2023 വരെ 34 കോടിയിൽ പരം രൂപയാണ് ഫണ്ട് വകയിരുത്തിയത്. ഇതിൽ 247 ജനറലും 41 SC വിഭാഗത്തിലാണ് കൊടുത്തത്. ചേലക്കര പഞ്ചായത്ത് മൊത്തം 286 പേർക്ക്. ബാക്കി അതിൽ ചിലവായത് 287 പേർക്ക് 4 ലക്ഷം രൂപ വെച്ചിട്ട് 11,52,000 രൂപ, 11 കോടി 52 ലക്ഷം രൂപ, 24 കോടി ഉറുപ്പ്യ സർക്കാർ കൊണ്ടുപോയി. ബാക്കി പൈസ അതിൻ്റെ കണക്ക് എന്താ? അത് വ്യക്തമാക്കണ്ടേ? ആ ബാക്കി ഫണ്ട് എങ്ങനെ പോയി, എവിടെ പോയി? അത് അദ്ദേഹം വ്യക്തമാക്കട്ടെ. അത് ചോദ്യം എന്നോടാണ് എന്നതുകൊണ്ട് ഉടൻ പറഞ്ഞു പോകണം. ഇതിനകത്ത് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് പഞ്ചായത്തിന് അനുവദിക്കുന്ന ജനറൽ ഫണ്ടിൻ്റെ 20% മാറ്റിവെക്കുമ്പോൾ ഓരോ കൊല്ലവും തുക വ്യത്യാസം വരും. അതിന് 1 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും 2,20,000 രൂപ ഹഡ്കോ വായ്പയും ബാക്കി 80,000 രൂപ ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതവും ഉൾപ്പെടെയാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കണക്കുണ്ടാക്കിയാൽ അത് ജില്ലാതല പരിശോധനയിൽ അത് കണ്ടെത്തും എന്ന് ബഹുമാന്യരായ പ്രവർത്തകരെ മനസ്സിലാക്കണം. ഈ UDFൻ്റെ പഞ്ചായത്ത് തല ജാഥ നടന്നു കഴിഞ്ഞതിന് പിറ്റേ ദിവസമാണ് ജില്ലയിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വീടുകൾ വിതരണം ചെയ്ത പഞ്ചായത്ത് എന്ന നിലയ്ക്കും SC വിഭാഗത്തിൽപ്പെട്ടവർ ഏറ്റവും കൂടുതൽ കരാറ് വെച്ച പഞ്ചായത്ത് എന്ന നിലയ്ക്കും രാജൻ റവന്യൂ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ അർജുൻ പാണ്ഡ്യൻ കളക്ടർ നമുക്ക് പഞ്ചായത്തിൻ്റെ അവാർഡ് സമ്മാനിച്ചത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ലൈഫിന്റെ ചരിത്രം എന്ന്. 309 വീടുകൾ കൊടുത്തു എന്നാണ് വികസന രേഖയിൽ നമ്മൾ പറഞ്ഞത്. 369 ഇപ്പോഴത്തെ കണക്ക്. 58 വീടുകളാണ് PMAY പദ്ധതി പ്രകാരം കൊടുത്തത്. പൂർത്തീകരിച്ച് 2021-22 ഇപ്പം 185 ആളെ എഗ്രിമെന്റ് വെച്ചു. 18 ആൾക്ക് കാശ് കിട്ടി. 72,000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും 48,000 ഉറുപ്പ്യ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ജില്ലാ പഞ്ചായത്തിൻ്റെ 98,000 രൂപയും 1,12,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും 70,000 രൂപ പഞ്ചായത്തിൻ്റെയും വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും വിഹിതമുണ്ട്. ഓക്കെ, കൃത്യമാണ്. ഇനി LDF പ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. വിശ്വേട്ടപ്പോൾ അവസാനിപ്പിച്ച ഒരു വാചകം, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ജാഥ നടക്കുകയുണ്ടായി. ആ ജാഥയിൽ എല്ലാവരുടെ കയ്യിലും ഈ പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. അതിൽ പ്ലക്കാർഡിൽ ഇവിടെ ഇപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ച ലൈഫ് മിഷനിൽ വീട് എവിടെയെന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചേലക്കര പഞ്ചായത്തിലെ 22 വാർഡിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത 20-ാം വാർഡിലെ പാറപ്പുറത്തു നിന്നാണ് ഘോരഘോരമായി പ്രസംഗിച്ചത് എത്ര വീടുകൾ കൊടുത്തു എന്നുള്ളത്. ഈ ഓഡിറ്റിങ്ങിനും ഈ കടലാസുകൾക്കൊക്കെ നമ്മൾ കണ്ടെത്താൻ സമയം ചെലവഴിക്കുമ്പോൾ ചേലക്കര പഞ്ചായത്തിലെ വാർഡുകളിൽ എത്ര വാർഡുകളിൽ വീടുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ മറ്റു ആളുകളോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം മാറുമായിരുന്നു. അവസാനം വാങ്ങിയിട്ടുള്ള മിക്ക പഞ്ചായത്തുകൾക്കും മികച്ച രീതിയിൽ ഓരോ മേഖലയിൽ പ്രവർത്തനം നടത്തിയതിന് ജില്ലാ പഞ്ചായത്ത്, അതും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്താണ് അങ്ങനെ ഒരു അംഗീകാരം വെച്ചിട്ടുള്ളത്. 3 കരാർ ഏറ്റവും കൂടുതൽ ഉടമ്പടി വെച്ച SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉടമ്പടി വെച്ചതിനും ജനറൽ വീടുകൾ പൂർത്തീകരിച്ചതിനും വേണ്ടിയിട്ടാണ് സുവർണ പുരസ്കാരം, ഓരോരുത്തരും ഒരു പേരിട്ട് സുവർണ പുരസ്കാരം ലഭിച്ചത്. ഈ ലഭിക്കുന്ന ഈ ഫണ്ട് ഒരാൾ അത് പരിശോധിക്കാതെ, നിങ്ങൾ പറഞ്ഞതിനോടെ നിങ്ങളോട് ചോദ്യം, അത് പരിശോധിച്ചിട്ടുണ്ട്, വാർഡുകൾ കൊടുത്ത വീടുകളുടെ എണ്ണം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ചോദ്യം ഇവിടെ വരില്ലായിരുന്നു. ഒരു ചോദ്യം കൂടി BJP പ്രതിനിധിയോടാണ്. ഈ മേപ്പാടം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടില്ല.
ഈ 5 വർഷക്കാലത്തിൽ അതാണ് രസം. ഒരു രൂപയുടെ വികസന പ്രവർത്തനം മേപ്പാട് ഗ്രൗണ്ടിനടുത്ത് തൊട്ട് മുമ്പത്തെ ഭരണസമിതി അവസാനത്ത് ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ പണി തോന്നുള്ളൂ. ഈ ദിവസവും ചാനലുകളിൽ വന്ന് ചില ആളുകൾ വിവരാവകാശത്തിൻ്റെ ഭാഗമായി അനുവദിക്കുന്ന തുക മുഴുവൻ അഴിമതിയാണ് എന്ന് പറയുന്നത് കേട്ട് ഇവിടെ പറയുന്ന രീതി ശരിയല്ല. മേപ്പാടം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനം പഞ്ചായത്ത് വകയിരുത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അത് കേൾക്കുന്ന ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഒരു കാര്യം കൂടി, അഴിമതി പറയണോണ്ട് പറയുക, ഒരു ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി 2020 സെപ്റ്റംബർ മാസം ഈ ഭരണസമിതി അധികാരത്തിലേറുന്നതിന് മുമ്പാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റ് പ്രകാരം സർക്കാരാണ് മാനദണ്ഡ പ്രകാരം ലിസ്റ്റ് മുൻഗണന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ ആളുകൾ എടുക്കുമ്പോൾ അവർ എഗ്രിമെൻ്റ് വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് 40,000 പോയി അവരുടെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് 160 കൊടുത്ത് അങ്ങനെ പോകുന്നതിൽ അഴിമതി എന്നൊരു വാചകം പറയുന്നതിന് ഈ നാട്ടിലെ വൈഫ് കാത്തിരിക്കുന്ന ആളുകൾക്കും അത് കിട്ടിയ ആളുകളെയും മുഴുവൻ കബളിപ്പിക്കുന്നതിന് പോലെയാണ് രണ്ടുപേരും ലൈഫ് എന്ന് പറഞ്ഞ് സംസാരിച്ചു പോകുന്നത്. പ്രദീപ് വളരെ കൃത്യമാണ്. അതിന് UDF പ്രതിനിധിക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയാം. ഒരു കാര്യം പറയാം. അതായത് ഞാനും നിങ്ങളൊക്കെ കുറച്ച് പേര് ഇതിലിരിക്കുന്ന ആൾക്കാർക്ക് SLC പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക 600 മാർക്കിലായിരിക്കും. 600 മാർക്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ 360 മാർക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുക. ആ കൊല്ലം ഒരു കൊല്ലം ഫോർ എക്സാമ്പിൾ ആ കൊല്ലം എക്സാം എഴുതിയ കൊല്ലത്തിൽ 360 മാർക്ക് ആർക്കും കിട്ടിയില്ല. 210 പാസ് മാർക്ക് 210 വരിക, 210 കിട്ടിയുള്ളൂ. അപ്പോൾ 210കാരനാണ് റാങ്ക്. മനസ്സിലായോ? അതായത് 360 മാർക്ക് കിട്ടിയില്ലെങ്കിൽ 210കാരനാണ് റാങ്ക് എന്ന് പറഞ്ഞ പോലെ 1200 സംതിങ്. ഷെല്ലിൽ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ 1200 സംതിങ് എഗ്രിമെന്റ് വെച്ചു. അതിലാണ് 200 സംതിങ് ചെയ്ത അച്ചീവ്മെന്റ് ചെയ്തെന്ന് പറയുന്നത് അല്ലേ? അല്ലാതെ ടോട്ടൽ ഫിഗർ എന്നല്ലല്ലോ. 1 2 ഈ പറഞ്ഞ സാധനം ഉടമ്പടി വെച്ച എണ്ണം കൃത്യമായി വിശ്വടം പറഞ്ഞു. 517 ആകെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളൂ. നമ്മൾ 1000 എന്ന് പറയുന്നത് ആകെ ടോട്ടൽ ലിസ്റ്റാണ്. 86 പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമായി 115 സ്ഥാപനങ്ങളുണ്ട്. ആ 115 സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനറൽ ഉടമ്പടി വെച്ച, ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ച, ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗത്തിന് വീട് കൊടുത്ത, ST കൊടുത്ത. അപ്പം കരാർ, നമ്മൾ ഉടമ്പടി എന്ന് പറയുന്നത് കരാർ വയ്ക്കുക എന്നതാണ്. അത് എല്ലാ ദിവസങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞ കണക്കിന് ഇപ്പോൾ 10-20 പേര് വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് അവസാന വിശ്വാസം പറഞ്ഞത്. 1000 പേരുടെ ലിസ്റ്റിൽ 417 പൂർത്തീകരിച്ചു. അങ്ങനെ പറയണം. 1000 പേരും എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പഞ്ചായത്ത് പറയാമോ, ഈ പഞ്ചായത്തില് 1200 പേരോളം ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണല്ലോ. അത് സമ്മതിക്കുന്നുണ്ടല്ലോ, അത് ശരിയാണല്ലോ. അതിൽ എഗ്രിമെന്റ് വെക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണല്ലോ, ഇവർ വീടില്ലാത്തതുകൊണ്ടാണല്ലോ അപേക്ഷ വെച്ചത് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സാധനത്തിൽ ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ്. 1 2 നമ്മൾ പറയുന്ന പ്രതിഭ കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? ഓക്കെ. നമ്മൾ പറയുന്ന ഈ സമയത്ത് നമുക്ക് വിവരാവകാശ പ്രകാരം, പഞ്ചായത്ത് പ്രതിനിധികൾ വിവരാവകാശ പ്രകാരം അല്ല, അല്ലാതെ എടുത്ത രേഖ പ്രകാരം അവർ പറഞ്ഞ രേഖകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ഏറ്റവും എക്സ്ട്രീമെൻ്റ്, നമ്മൾ ഓട്ടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോകുന്ന ഫൈനൽ ലാപ്പിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന പോലെ കുറച്ച് പേര് എഗ്രിമെൻ്റ് വെച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? 5 വർഷമല്ല 10 വർഷം. മറ്റേത് ലൈഫ് പദ്ധതി ആയിരുന്നില്ല, വേറെ രീതിയിലുള്ള പേരുകളായിരുന്നു. എങ്കിൽ കൂടി 10 വർഷമായിട്ട് നിൽക്കുന്ന അപേക്ഷകരാണിത്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ അതിൽ ലാസ്റ്റ് ലാപ്പിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാത്രം 5 എഗ്രിമെന്റ് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാത്രം 20 എഗ്രിമെന്റ് വെക്കുന്നു. ഈ പറഞ്ഞ 5x4x12 ഈ ദിവസം 4x12x365 ആ ദിവസങ്ങളിൽ ഒന്നും എഗ്രിമെന്റ് ഇല്ല. ഈ ലാസ്റ്റ് ലാപ്പിലാണ് എഗ്രിമെന്റ് വെക്കുന്നത്. എന്താണ് ലോജിക്ക്? ഇവിടെ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ പറഞ്ഞു. അതായത് 300 വിശ്വേട്ടൻ പറഞ്ഞു 300 സംതിങ്, കണക്ക് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. അത്രയും വീടുകൾ 5 വർഷം കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലൈഫിൻ്റെ അപാകത ഞാൻ പറയുന്നു. അതായത് ഈ ലൈഫ് പദ്ധതി ഇല്ലാത്ത കാലഘട്ടത്തിൽ ചേലക്കര പഞ്ചായത്തിൽ ഒരു വർഷക്കാലം ഒരു വാർഡിലേക്ക്, ഇപ്പോൾ 22 വാർഡിൽ ഒരു വാർഡിലേക്ക് 10 വീട് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയിരുന്നു. ഒരു വർഷം 10 വീടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം കിട്ടുമായിരുന്നു. ആ 10 വീട് ഒരു വർഷം കിട്ടുമ്പോൾ 220 വീട് ഒരു വർഷം കിട്ടും. ആ 220 5 വർഷം കണക്ക് കൂട്ടി വെക്കും. അപ്പോൾ ലൈഫ് പദ്ധതി കൊണ്ട് എന്താണ് ഇവിടുത്തെ സാധാരണക്കാരന് നേട്ടം ഉണ്ടായിരിക്കണം? എന്നുള്ള മറുപടി പറയാനുള്ള അവസരം LDF പ്രതിനിധിക്ക് കൊടുക്കുക. അതിന് മുന്നേ NDA. എല്ലാവർക്കും നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം ഇവിടെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ CPMകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ പട്ടിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്.
ഈ 10 വർഷമായിട്ട് CPM ഭരണസമിതി ഭരിക്കുന്ന പഞ്ചായത്തിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് ഇവർ നടപ്പിലാക്കിയത് എന്നുള്ളത് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ലൈഫിൻ്റെ കാര്യം പറയുന്നു, റോഡിൻ്റെ കാര്യം പറയുന്നു, അതിനെ മറ്റൊരു കൗണ്ടർ ചെയ്യുന്നു. ഇതല്ലാതെ ചോദ്യങ്ങൾക്ക് മറുപടി LDF സർക്കാരിൻ്റെ പ്രതിനിധി പറയുന്നില്ല. കാരണം ഇവിടെ ഒരു റൈസ് പാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം അത് മാംഗോ പാർക്കായി മാറിയിരിക്കുന്നു. വലിയൊരു പദ്ധതിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള റൈസ് പാർക്ക് ഇന്ന് ആർക്കും ഉപകാരമില്ലാതെ മെതുക് ഭാഗത്ത് കിടക്കുന്നു, ആരും ചോദിക്കുന്നില്ല. ഇവിടെ 3 കോറികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരുന്നു 3-4 കോറികൾ വരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അതിൻ്റെ കാര്യത്തെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ ഭരണസമിതി ഒന്നും പറയുന്നില്ല. 125 കോടി രൂപ ചെലവാക്കി നബാർഡിൻ്റെ ഫണ്ട് കൊണ്ട് പണിത വാഴക്കോട് മുതൽ പ്ലാഴി വരെ പണിത റോഡ്, പുറമ്പോക്ക് ഭൂമി ഒന്നുപോലും എടുക്കാതെ മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ട് ആ റോഡിൻ്റെ സൗകര്യങ്ങളെ ഒന്നും എടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പണിത റോഡ്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലം വരുമ്പോൾ എന്നും ചേലക്കര വെള്ളത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു, ഇത്തരം കാര്യങ്ങൾ പറയുന്നു. ഒരു വികസനവും ഇവിടെ നടത്തുന്നില്ല. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലുള്ളതുകൊണ്ട് ഇവിടെ കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട്, അതുപോലെ ഒരുപാട് പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ജലജീവൻ മിഷൻ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. ഇവരതിനെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് സ്വന്തം പദ്ധതിയാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 കൂട്ടരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ജനങ്ങളെ പട്ടിയാക്കുന്നതാണ്. ഇതിനുള്ള മറുപടി മുഴുവൻ ഇപ്പോൾ ഭരിക്കുന്ന LDFൻ്റെ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് പറയേണ്ടത്. ജൽജീവൻ മിഷനെ കുറിച്ച് പറഞ്ഞു. ഒരു സംശയമില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയാണ്. അതിൽ ഒരാക്ഷേപവും ഒരഭിപ്രായ വ്യത്യാസവും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ ധാരണയാണ്. ആ ഫണ്ടിൻ്റെ വിഹിതത്തെക്കുറിച്ചും കൂടി ഒന്ന് മനസ്സിലാക്കണം. 45% തുക കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ 30% തുക സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ 15% തുക പഞ്ചായത്ത് കൊടുക്കുമ്പോൾ 10% തുക ഗുണഭോക്തൃ വിഹിതം നൽകണമെന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയിൽ ഇപ്പോൾ ഗുണഭോക്തൃ വിഹിതമൊക്കെ പിന്നെ വാങ്ങാം, ഇപ്പം കണക്ഷൻ അങ്ങോട്ട് കൊടുക്ക് എന്നാണ് സർക്കാരുകൾ പറയുന്നത്. സർക്കാരുകൾ ആ ജൽജീവൻ മിഷനായിട്ട് സംസ്ഥാന സർക്കാർ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും നടപ്പിലാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, ആ കൊട്ടി ആഘോഷിക്കുന്ന കുടിവെള്ള പദ്ധതി വലിയ ഭീഷണിയായി തീരാനാ സാധ്യത. കാരണം 2002 ജലനിധി പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പദ്ധതികൾ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ കിണറുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം മുക്കി എടുത്താണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ പിന്നീട് കുടിവെള്ള പദ്ധതി 50 രൂപയ്ക്ക് ടാങ്കിലെത്താൻ തുടങ്ങിയപ്പോൾ അത് എല്ലാവരും ആ കിണറിൽ മിറ്റടിച്ചിട്ട് ചപ്പ് കൊണ്ടിടാൻ തുടങ്ങി, കിണർ തോർത്തു. കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗുണഭോക്താക്കളായിട്ടുള്ള 50 വീട്ടുകളിൽ വെള്ളമില്ലെങ്കിൽ ഇപ്പോൾ 1.5 പഞ്ചായത്ത്, ഞാൻ സമ്മതിക്കില്ല, 1.5 പഞ്ചായത്തിലേക്കാണ് ഇനി വെള്ളം ഇല്ലാതെയാകുക. അങ്ങനെ ഒരു അപകടം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു സംശയവും വേണ്ട. 2021 അധികാരത്തിൽ വന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി അത് നിരുപാധികം ഒരു സംശയമില്ലാതെ അത് കരാറ് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെന്തിനാണോ നിങ്ങളത് തുടങ്ങിയെന്ന് എന്നോട് ചോദിക്കേണ്ട. സംസ്ഥാന സർക്കാരും കൂടി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് 26,40,000 രൂപ ഉടൻ പഞ്ചായത്ത് വിഹിതം കൈമാറേണ്ടതുണ്ട്. 1500 കണക്ഷൻ കിട്ടാൻ എന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കളിസ്ഥലത്തിനു വേണ്ടി വെച്ചിരുന്ന ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തത്. ആ വകമാറ്റുമ്പോൾ അതിനൊരു കാരണം കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനുമതിക്ക് അനുയോജ്യത സാക്ഷ്യപത്രത്തിന് കൊടുത്തപ്പോൾ അത് നിരപ്പാക്കാൻ കുറച്ച് അധികമായ ഫണ്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും. കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഇത്തരം സ്ഥലം കണ്ടെത്തുന്നതിന് പകരം മറ്റൊരു സ്ഥലം കണ്ടെത്താൻ എല്ലാ വില്ലേജുകളിലും കളിസ്ഥലം തുടങ്ങുക എന്ന് തന്നെയാണ്
സംസ്ഥാന സർക്കാരിൻ്റെ നയം അത് നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്കുള്ള പ്രായോഗിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് സ്വപ്നലോകമാക്കി മാറ്റാം എന്ന ഒരു വാഗ്ദാനോ മോഹന സ്വപ്നോ ആർക്കും വേണ്ട. 24 വാർഡും 12,225 വീടുകളും 34,339 ജനസംഖ്യയുള്ള പഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ടിൻ്റെ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വച്ചിട്ട് ഒരു സ്വപ്ന ലോകമാക്കി മാറ്റാൻ ഒരു പഞ്ചായത്ത് നേതൃത്വത്തിൽ വന്നാലും ആർക്കും സാധിക്കില്ല. നിൽക്കണം. പിന്നെ റൈസ് പാർക്കിൻ്റെ കാര്യം പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിൻ്റെ 98 ഒരു പ്രൊജക്റ്റാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ്. മെതുകിലല്ല റൈസ് പാർക്ക്, പരക്കാടാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ നടന്നു പോകുന്നില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. പഞ്ചായത്ത് നമ്മൾ ഇനി പറയണ ഭാഷ രീതി വിട്ട് പോകണോ, ഞാൻ നാടൻ ഭാഷക്കാരനാണ്. എൻ്റെ അമ്മ മരിച്ചതിന് ഞാൻ വില വിളിക്കുക, നാട്ടുകാരുടെ അമ്മ മരിച്ചതിനൊക്കെ നമ്മൾ വില വിളിക്കണം എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്? അത് ശരിയായ രീതിയിലുള്ള പ്രവർത്തനമല്ല. അതുപോലെ തന്നെ റോഡ് വികസനത്തെക്കുറിച്ച് പറഞ്ഞു. 125 കോടിയല്ല, 104 പോയിൻറ്റ് സംതിങ് ആണ് ഫണ്ട് ചിലവാക്കിയിട്ടാണ് വാഴക്കോട് ആലത്തൂർ സംസ്ഥാന പാത പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന് പ്രത്യേക അധികാരാവകാശമൊന്നുമില്ല. എന്നിരുന്നാലും പഞ്ചായത്ത് കൂടെ കടന്നു പോകുന്ന ഒരു റോഡ് എന്ന നിലയ്ക്ക് പഞ്ചായത്ത് കമ്മിറ്റി 2 സൈഡിലും ഒരു നടപ്പാത കിട്ടാൻ വേണ്ടിയിട്ട് പോലും റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതുപോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്തെ റവന്യൂ അധികാരികൾ പരിശോധിച്ചത് പ്രകാരം പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഉള്ളതില്ല എന്നും, അതുപോലെ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കണ സ്ഥലം വാങ്ങിച്ച് പണിയണ പദ്ധതി ഈ നിർമ്മാണ പ്രവൃത്തിയിൽ ഇല്ല എന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. വളരെ കൃത്യമാണ്. അടുത്ത LDF പ്രതിനിധിക്ക് വരാം. LDF പ്രതിനിധിക്ക് LDFൻ്റെ ഒരു പഞ്ചായത്ത് കൺവീനർ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പുള്ള 5 വർഷക്കാലവും LDFൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി എന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടായി, ഒരു NDAയുടെ പ്രതിനിധി സന്താനേട്ടൻ പറയുകയുണ്ടായി, മുഴുവൻ ആകപ്പാട് അഴിമതിയാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് അഴിമതിയാണ്, ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ആകപ്പാട് അഴിമതിയാണ് എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞ് ആകെ ഇരുട്ടാക്കി പറയാതെ, നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ വിജിലൻസും പോലീസും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികളാണ്. നിങ്ങൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ED, CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ നിങ്ങൾ ഇവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിനിമ ഇറക്കിയാൽ നിങ്ങൾ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദേശീയ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തികളെ എതിര് പറഞ്ഞ് വിമർശിച്ചാൽ നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഈ കാലം അത്രയും ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ അഴിമതിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വെള്ളക്കടലാസിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എയർഫോഴ്സ് ഷീറ്റിൽ നിങ്ങൾക്കൊരു പരാതി കൊടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 2, ഇപ്പോൾ ഇവിടെ ഒരു BJPയുടെ പ്രതിനിധി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, എന്താ അതിൽ മുഴുവൻ കപടതയല്ല? നമ്മുടെ ഈ ചേലക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയ നല്ലൊരു ഉത്സവമാണ്, ജാതിമത ഭേദമന്യേ ഉള്ള ഉത്സവമാണ് അന്തിമാളങ്കാവ് ഉത്സവം. ആ അന്തിമാളങ്കാവ് ഉത്സവത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞതല്ലേ? എന്താണ് ഉണ്ടായത്? BJPയുടെ ഒരു നേതാവ് അതിന് കള്ളപ്പരാതി കൊടുത്ത് ഈ കാലം അത്രയും ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കലുണ്ടായിരുന്നത്. ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ BJPയുടെ പ്രതിനിധി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അടച്ചിട്ടില്ലണ്ടായിരുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സാക്ഷിയല്ലേ? ഈ BJPയുടെ പ്രതിനിധിയല്ലേ? ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ആളല്ലേ? അപ്പോൾ എന്താണിതിൽ കപടതയല്ലേ? 2, നിങ്ങളിപ്പോൾ പറഞ്ഞു, ഇവിടെ വേറൊരു BJPയുടെ നേതാവ് പറഞ്ഞു, നിങ്ങൾ വയനാടൊക്കെ ഉള്ള ഉരുൾപൊട്ടലുണ്ടായിരുന്നു. എന്തൊരു വ്യാകുലതയാണ് ആൾക്ക്. എന്തെങ്കിലും 1 രൂപ ഈ കേരളത്തിന് വേണ്ടി നിങ്ങൾ തന്നിട്ടുണ്ടോ?
ഇപ്പോൾ എന്നിട്ട് ഉദാഹരണം വെച്ചെന്താണ്, തോന്നൂക്കരയിൽ ഒരു സംരംഭം വരുമെന്നുള്ളത്. ആ സംരംഭം അതിൻ്റെ നിയമമനുസരിച്ചാണ്. എന്തെങ്കിലും അതിൽ നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു അണുകിട വ്യത്യാസമുണ്ടെങ്കിൽ പരാതി കൊടുത്തോട്ടെ. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തൊഴിൽ ഇവിടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചു ഇവിടെ ആർക്കും തൊഴിലില്ലാന്ന്. ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എത്ര ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തു വെച്ചോക്ക്. അവരെ ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നമുക്ക് വ്യവസായങ്ങൾ, അച്ചാർ കമ്പനികൾ, ചന്ദനത്തിരി, മെഴുകുതിരി, ഇങ്ങനെയുള്ള എല്ലാ കുടിൽ വ്യവസായങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിലുള്ളതാണ്. എന്തിന്? ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഈ രണ്ട് മൂന്ന് വർഷക്കാലം കൊണ്ട് PSC ജോലി കിട്ടിയിട്ട് എക്സൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജോലി കൊടുക്കുന്നല്ലേ ഈ ഗവൺമെൻറ്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ് PSC നിയമനം വന്നുള്ളത്. കാടടച്ച് വെടിവെക്കരുത്. ഇപ്പോൾ മറ്റേ നബാർഡിൻ്റെയാണ് റോഡ് എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? റീബിൽഡ് കേരളയുടെ പദ്ധതി ഭാഗമായിട്ടുള്ളതാണ് ഈ റോഡ്. ആ റോഡിന് മറ്റൊരു മാറ്റം വരുത്താതെ സൗകര്യപൂർവ്വമായിട്ട് ആ റോഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടുത്തെ ജനങ്ങളെ ആട്ടിപ്പായിക്കുക എന്നല്ല. ഏത് സ്ലാബുകൾ സൈഡുകളിൽ ഉണ്ട്, അതെന്താ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ ഉപയോഗിക്കാം. ഇനി ആ സ്ലാബ് ഇല്ലെങ്കിലോ വണ്ടി മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോവും ഇല്ലേ? ആ സ്ലാബ് ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സ്ലാബ് ഇട്ടാൽ കുറ്റം, എന്ത് ചെയ്താലും കുറ്റമാണ്. ഇതിന് നമ്മൾ ഇതിനൊക്കെ പറയാനോ? ഇപ്പോൾ ഇദ്ദേഹം ഒരു മാനസിക രോഗികൾ മുഴുവൻ വിവരാവകാശം വയ്ക്കും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് കണ്ട യൂട്യൂബ് ചാനലുകൾ പറയുന്ന വിവരാവകാശം വെച്ചിട്ട് ഇവിടെ ഒന്ന് വർത്താനം പറയാം. ഇതൊക്കെ ഒന്നും ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കാനുള്ളൂ. അത് നേരത്തെ ഒരുപാട് ചോദ്യങ്ങളായപ്പോൾ വിഷയം വിട്ടതാണ്. പറയാൻ വന്നത് അത് കട്ടിലുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറയാൻ വന്നതായിരുന്നു. അത് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരും ഭരിക്കട്ടെ, അത് ജനപ്രതിനിധികളെ പോലും അത് ഒരു ചോദ്യചിഹ്നത്തിൽ കൊടുത്തി, അല്ലെങ്കിൽ അവർ മുഴുവൻ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊരു സംശയത്തിൻ്റെ നിഴലിലെത്തിക്കുന്നതായിരുന്നു അജിത്തേട്ടൻ്റെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട, ഗ്രാമസഭയിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞ് അവിടെ നൽകിയിട്ടുള്ള അപേക്ഷകളോ അതിനുശേഷം അംഗനവാടികളിലോ മെമ്പർമാരോ നേരിട്ട് വാങ്ങിയിട്ടുള്ള അപേക്ഷകളോ പഞ്ചായത്തിൽ വാങ്ങിയിട്ടുള്ള അപേക്ഷകളോ ആ ജനപ്രതിനിധി തൻ്റെ വാർഡിലെ ഗ്രാമസഭയിൽ ഒരു കട്ടിൽ, പട്ടികജാതി വിഭാഗങ്ങൾക്ക് കട്ടിൽ, ജനറൽ വിഭാഗങ്ങൾക്ക് കട്ടിൽ, അല്ലെങ്കിൽ പശു അവസാനിപ്പിച്ചു. ഒറ്റ വിഷയം പറയണുള്ളൂ. അങ്ങനെ ഒരു ജനപ്രതിനിധി തൻ്റെ കൈപ്പടയിൽ ആ ഗ്രാമസഭയിൽ ഗുണഭോക്തൃ ലിസ്റ്റ് എഴുതി വെച്ച് നമ്മൾ എത്ര രൂപയാണോ പൈസ വെച്ചിട്ടുള്ളത്, 1 ലക്ഷം രൂപയാണെങ്കിൽ, ഒരു 5000 ഉറുപ്പിയാണെങ്കിൽ, 50 കെട്ടിലാണെങ്കിൽ 50 പേരുടെ ലിസ്റ്റ് ആദ്യം എടുത്ത് കൊടുക്കണം. അതിൽ ലിസ്റ്റ് ഇല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പൈസ ബാക്കി വന്നാൽ തൊട്ട പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് അജണ്ട വെച്ച് വീണ്ടും ജനപ്രതിനിധികൾ ഗ്രാമസഭയിൽ പറഞ്ഞ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഒരു ആനുകൂല്യം ഒരു വാർഡിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത് വാർഡ് മെമ്പർ അറിയാണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അത് ഒരു വാർഡ് മെമ്പറുടെ മാത്രമല്ല, എല്ലാ ജനപ്രതിനിധികളും അവൻ്റെ ഗ്രാമസഭാ മിനിറ്റ്സിൽ എഴുതാത്ത ഒരാൾക്കും ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ കഴിയില്ല. ഈ ഇപ്പോൾ ഷലീൽ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് നേരെ കൊടുക്കേണ്ടത് പ്രതിവാദ സമയം തരണം. അത് തീർച്ചയായിട്ടും ഷലീൽ പറഞ്ഞ ഉത്തരം, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉത്തരം ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുത്താൽ മതി. ഓഡിറ്റുകാരാണ് ഈ പാര എഴുതി വെച്ചിരിക്കുന്നത്, ഞാനല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇനി കട്ടിലിൻ്റെ കാര്യം തന്നെ സ്പെസിഫൈ ചെയ്തെടുക്കാം. അതായത് ഒരു കട്ടിലിൽ ചെയ്തൊരു കാര്യമാണ്. അതായത് എന്താ പറയുക, കട്ടിൽ പ്രൊജക്ട് നമ്പർ 112/22 നിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി, 162/22 ICDS സൂപ്പർവൈസർ. ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം ഒരേ ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയ കട്ടിലുകളാണ്. ആർട്ടിക്കോന്നാണ് കട്ടിൽ വാങ്ങിയിരിക്കുന്നത്. ഈ കട്ടിൽ വാങ്ങിയിരിക്കുന്നത് 2 നിർവഹണ ഉദ്യോഗസ്ഥന്മാരായിട്ട് വാങ്ങിയ കട്ടിൽ 2 റേറ്റിലാണ്. ഒരേ കൊല്ലം ഒരേ സമയത്ത് ആർട്ടിക്കോന്ന് പറഞ്ഞ സാധനം വാങ്ങുന്നത് രണ്ട് നിർവഹണ ഉദ്യോഗസ്ഥർ 2 പേരാണ്. ഒരേ സാധനം, ഒരേ മെറ്റീരിയൽ, എവറിത്തിങ് സെയിം. അത് 2 വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്. എന്താ അതിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞല്ല കേട്ടോ, എനിക്കിത് കണ്ടുപിടിക്കാനുള്ള യന്ത്രമൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംസാരിച്ചപ്പോൾ സുഹൃത്ത് അജിത്ത് ഞാനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിനൊരു മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന്, നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുബ്രഹ്മണ്യം കോവിൽ റോഡിൻ്റെ ഒരു ദുരവസ്ഥ പറഞ്ഞു. അത് ഈ 25-26 പദ്ധതിയിൽ അതിൽ പൈസ വയ്ക്കുകയും അത് പാസ്സായി ടെൻഡറായി എഗ്രിമെൻ്റ് വെച്ച് സുതീഷ് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. അത് 25-26 പദ്ധതിയാണ്. ആ പദ്ധതികൾ നടപ്പാകാനുള്ള സമയമാവുന്നേ ഉള്ളൂ. എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം അത് തുടങ്ങാൻ വേണ്ടിയിരുന്നപ്പോഴാണ് ഈ മഴ. അതുകൊണ്ടാണ് അത് ഉടനെ തന്നെ ആ പ്രവൃത്തി നടക്കുമെന്ന്
സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ ആ റോഡിൻ്റെ കാര്യം ആയി. പിന്നെ കുറുമല റോഡിൽ റോഡ് ടാറിങ്ങാണ് MLA വെച്ചത്. കാനയ്ക്ക് നമുക്കറിയാം, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടുത്തെ പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സ്ഥിരം വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ 23 ലക്ഷം രൂപ വെച്ചിട്ട് കൾവർട്ടും സൈഡിൽ കാനയും പദ്ധതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ബാക്കിയും കൂടി ചെയ്യാനുണ്ട്. അത് മഴ തടസ്സമായതുകൊണ്ടും ഒക്കെ തൽക്കാലം നിന്നതാണ്. ഇപ്പോൾ അതും കൂടെ ഇതിൻ്റെ ബാക്കിയായിട്ട് നടക്കും. അതുപോലെ തന്നെ പിന്നൊന്ന് പരക്കാടിലെ റൈസ് പാർക്കായിരുന്നു. അതിൻ്റെ മറുപടി വിശ്വാട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വിവിധ പദ്ധതികളിലായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 6 കോടിയോളം രൂപയുടെ പദ്ധതികൾ ഈ പഞ്ചായത്തിലേക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ SMD സ്കൂള് അടക്കമുള്ള പദ്ധതികളിൽ സ്കൂളിൽ പുതിയ ലാബ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി 1 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്കൂളിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പല റോഡുകൾക്കായിട്ട് ഇതുപോലെ തന്നെ കാന, അത് കുടിവെള്ള പദ്ധതികൾ ഈയൊക്കെ കൃത്യമാണ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. UR പ്രദീപ് MLA മുൻകൈ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഹൈവേ. ഈ ഹൈവേ പറ്റി പറയുമ്പോൾ ഇതേ ഫുട്പാത്ത് ഉണ്ടാക്കിയത് ശരിയായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വേറെ ഫണ്ട് വെച്ചിട്ട് ഇനി അത് താഴ്ത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം തന്നെ അംഗീകരിച്ചു ഇത് ചെയ്തത് ശരിയല്ല എന്നുള്ളത്. പിന്നെ ലൈഫ് ഭവന പദ്ധതിയെപ്പറ്റി, ഭവന പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ കുറേ വിശദീകരണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും ഞങ്ങൾ ഫ്ലാറ്റ് പണിതിട്ട് വീടുകൾ വെച്ച് കൊടുക്കുന്നുള്ളത് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു LDFൻ്റെ. അത് എവിടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അതുപോലെ തന്നെ കാർഷിക മേഖല ഇവിടെ ആരും പ്രതിപാദിക്കാത്തൊരു മേഖലയാണ്. കാർഷിക മേഖലയിൽ ഈ ചേലക്കര പഞ്ചായത്തിൽ നമ്മുടെ കളപ്പാറ കേന്ദ്രീകരിച്ച് നടക്കുന്നൊരു സൊസൈറ്റിയിൽ 400 ചില്ലാനം പച്ചക്കറി കർഷകർ പച്ചക്കറി കൊണ്ടുവന്ന് കൊടുത്തിരുന്നൊരു സ്ഥലത്ത് ഇന്ന് ഇപ്പോൾ അവിടെയുള്ളത് 100 ചില്ലാനം ആൾക്കാരായി കുറഞ്ഞു. അതായത് സാമ്പത്തികമായി നഷ്ടം വരുന്നു. വന്യമൃഗശല്യത്താലും കാലാവസ്ഥ കൊണ്ടും അത് നഷ്ടം വരുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ല. മുൻകാലങ്ങളിലത്തെ പോലെ സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ സഹായങ്ങൾ കിട്ടുന്നില്ല. അതുകൂടാതെ ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെൽകർഷകർ. ഈ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് ചേലക്കര പഞ്ചായത്തിൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 17-18 ചീർപ്പുകളുണ്ട്. അതിലെത്ര ചീർപ്പിന് പലയുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയോ? ഏതിനൊക്കെയാണ് വെച്ചിരിക്കുന്നത്? ആകെ കൂടി ഒരു ചീർപ്പിന് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ചീർപ്പിന് പലയിട്ടതായിട്ട് അറിയാം. മറ്റുള്ളതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് കാർഷിക മേഖല കിടക്കുന്നത് ഇവിടുത്തെ. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ പലരെ കൊണ്ട് ഈ ലാസ്റ്റ് സമയത്ത് വെറുതെ കുറേ അഗ്രിമെൻ്റ് 200 രൂപയുടെ പേപ്പർ മേടിച്ച് ചെയ്തു എന്നല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവരെ ഇപ്പോൾ വഴിയിലിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാൻ. കുറുമല 16-ാം വാർഡിൽ 7 SC കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമുണ്ട്. അത് 1947 മുതൽ കിടക്കുന്നൊരു പ്രദേശം തന്നെയാണ്. അവർക്ക് കാൽനട യാത്രയായിട്ട് സഞ്ചരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു കോൺക്രീറ്റ് ചെയ്തില്ല, വഴി വെളിച്ചില്ല, മൊന്തക്കാടുകൾ നിറഞ്ഞ് കിടക്കുകയാണ് ആ പ്രദേശം. കഴിഞ്ഞ 5 വർഷം, നിലവിൽ ഇപ്പോൾ ഈ 5 വർഷം SC സംവരണമാണ് സീറ്റ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം നമ്മുടെ MP സീറ്റ്, MLA സീറ്റും SC ആണ്. ആ പ്രദേശം പഞ്ചായത്ത് അധികാരികൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴും ആ പ്രദേശം അങ്ങനത്തെ രീതിയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ വട്ടുള്ളി, കുളമ്പ് പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ പ്രദേശം 10ഓളം വീടുകളിലേക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ കടക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ വട്ടുള്ളി സെൻറ്ററിലേക്ക് വീട് വെച്ച് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ പാലം പണിയാനുള്ളൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കുറുമ്പല പ്രദേശത്തെ മാലക്കുളം മൊത്തം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അതായത് മറ്റ് മേഖലകളിലെ എല്ലാ കുളങ്ങളും നവീകരിച്ച് വൃത്തിയായി വരുമ്പോൾ കുറുമല മാലക്കുളം മാത്രം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പഞ്ചായത്ത് എന്ത് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ട്. നമസ്കാരം. ചേലക്കര CCB പ്രതിനിധിച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ ചോദ്യം, ഈ 5 വർഷം പഞ്ചായത്ത് ചെയ്ത വികസന കാര്യങ്ങളിൽ ചേലക്കര ഒരുപാട് ജനങ്ങൾ വന്ന മാർക്കറ്റിന് വേണ്ടി എന്ത് ചെയ്തു? മാർക്കറ്റും പരിസരവും ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പഞ്ചായത്ത് ഭരണസമിതി തൊട്ടടുത്ത് കിടക്കുന്ന ചേലക്കരയുടെ ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന ഒരു മാർക്കറ്റിന് വേണ്ടി എന്ത് ചെയ്തു? അവിടുത്തെ പോയി സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൂടാതെ തന്നെ ചേലക്കര ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ചേലക്കര സെൻട്രൽ ഗതാഗത കുരുക്ക് വളരെയധികം രൂക്ഷമാണ്. ഒരു സൈക്കിൾ പോലും സൈഡിൽ നിർത്തിയിട്ട് ഒരാൾക്ക് ഒരു സാധനം മേടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉള്ള ഒരു ഇതില്ല. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കും അത്തരമൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഒരു വാഹനം നിർത്തി ഒരു പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള വാഹനം നിർത്താനുള്ള സൗകര്യം അവിടെയും ഉണ്ടാക്കാൻ
ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മണിയേട്ടൻ ചോദിച്ചതിന് മാർക്കറ്റ് എൻ്റെ ഇത് പിന്നെ ഇവിടെ ഇടതുമുന്നണിയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ഇടതുമുന്നണി നയങ്ങളാണ് പറയേണ്ടത്. ചിലപ്പോൾ ഞാൻ വ്യക്തിപരമായ അഭിപ്രായങ്ങളും പറഞ്ഞു പോകും. ഞാനൊരു സാധാരണക്കാരനാണ്. ഇത്തരം സംവാദത്തിൽ ഇടപെട്ടിട്ട് കുറഞ്ഞ സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ് ഒരു സംവാദക സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ ചുമതല. പക്ഷേ ഞാനൊരു കർഷകനാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് കഴിവേ ഉള്ളൂ. അതുകൊണ്ട് മുഴുവൻ സമയബന്ധിതമായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. മാർക്കറ്റ് എൻ്റെ വ്യക്തിപരമായ താല്പര്യം, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള മുഴുവൻ കെട്ടിടം പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയ നിർമ്മാണ പ്രവൃത്തി നടത്തണം. പുതിയ നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ അതിലിപ്പോൾ കച്ചവടക്കാരായിട്ടുള്ളവരെ മുഴുവൻ നിർമ്മാണം പൂർത്തീകരിച്ചാൽ പുനരധിവസിപ്പിക്കുകയും വേണം. ഇതറിഞ്ഞ നമ്മൾ തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന നിലയ്ക്ക് 7 ചില്ലാൻ ലക്ഷം രൂപ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അനാവശ്യ പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും മണിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. ചെറിയ ചെറിയ നിർമ്മാണ പ്രവൃത്തികളല്ലാതെ മറ്റൊന്നും മാർക്കറ്റ് കെട്ടിടത്തിനകത്ത് ഇതിനകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായ അഭിപ്രായം, അവിടെ പാർക്കിംഗ് ഉൾപ്പെടെ സൗകര്യം ഒരുക്കിക്കൊണ്ട് ആ കെട്ടിടം പൊളിച്ച് പൊതു സൗകര്യമുള്ള കെട്ടിടമായി പണിയണമെന്നാണ്. മണിയേട്ടൻ ചോദിച്ചതിനെങ്കിലും മുഴുവൻ പറയാനുള്ള അവസരം തരണം. ഷമീർ തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗതാഗതക്കുരുക്ക് പിന്നെ റോട്ടിൽ PWD റോട്ടിൽ പിന്നെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുക എന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ സഹായ സഹകരണത്തോടു കൂടി ഒരു സ്ഥലം വാങ്ങിയിട്ട് പേരിന് റോട്ടിലൊരു വണ്ടി കിടക്കുകയും ആ വണ്ടി യാത്രക്കാരെ കയറ്റി പോകുന്ന മുറയ്ക്ക് ഫോൺ മുഖേന അടുത്ത വണ്ടി വരാവുന്ന ഒരു സിസ്റ്റം നടപ്പിലാക്കിയാലേ കഴിയുള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഞങ്ങളുൾപ്പെടെ ചർച്ച ചെയ്തിട്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ 1 വേ സിസ്റ്റം ആക്കാൻ നോക്കിയപ്പോൾ പോലും അതിന് സമ്മതിക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വിഭാഗം തൊഴിലാളികൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയതാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു മിനിറ്റ് ചോദ്യം. എൻ്റെ ഒരു സമീർ, ഞാൻ റൈറ്റ് വിഷൻ ചാനലിനെ പ്രതിനിധിച്ചുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് ഒരു കക്ഷിയോട് മാത്രമല്ല 3 കക്ഷിയോടും ചോദിക്കാനുണ്ട്. വിഷേട്ടൻ പറഞ്ഞോട് തന്നെ നിർത്തട്ടെ. സംഘടനാ നേതാക്കൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏത് വികസനമാണ് ഉണ്ടാവുക? ഓട്ടോ തൊഴിലാളികളുണ്ടാവും, അവരെല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു ഭരണത്തിനും ഒരു ഭരണകക്ഷിയും ഭരിക്കാൻ പറ്റില്ല. അവർക്ക് മേലെ കയറിയുണ്ട് വികസനം മാത്രം മുൻനിർത്തിയിട്ട് ആണ് ഒരു തീരുമാനം. അതിൽ കുറേ മുഖം കറുപ്പുണ്ടാവാം, വോട്ട് കുറയും, ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിന് ഒരു മറുപടി എന്നുള്ള കാര്യം കൂടി പറയട്ടെ. ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി നടപ്പിലാക്കിയ തീരുമാനിച്ച ഏത് തീരുമാനമാണ് പഞ്ചായത്ത് നടപ്പാക്കിയത്? ഈ കഴിഞ്ഞ ദിവസം പോലും ബസ് സ്റ്റാൻഡിൽ പ്രശ്നങ്ങളാണ്. പാർക്കിങ്ങിന് അനുവദിച്ചു, ബസ് സ്റ്റാൻഡ് മൊത്തത്തിൽ പാർക്കിങ്ങിന് അനുവദിച്ചിരിക്കുകയാണ്. അതിൽ കൃത്യമായി മാർഗരേഖ കൃത്യമായി പറയുന്നില്ല. അതുകൊണ്ട് അവിടെ സംഘർഷം ഉണ്ടാവുകയാണ്. അതിൻ്റെ ഉത്തരവാദി പഞ്ചായത്താണ്. ഒന്ന്. രണ്ടാമത്തെ കേസിട്ട് ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഈ മാർക്കറ്റ് ബിൽഡിംഗ് പോലെ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടവും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് കെട്ടിടവും. എന്ത് മാറ്റമാണ് വരുത്തി ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്? വളരെ ചെറിയൊരു സ്ഥലത്ത് വികലാംഗർക്ക് പോലും മേഖലയോ താഴെ കയറി വരാൻ പറ്റാത്ത രീതിയിലാണ് പഞ്ചായത്ത് കെട്ടിടം ഉള്ളത്. എന്തുകൊണ്ട് ചേലക്കര നിയോജകമണ്ഡലത്തിലും മുഖമായ ചേലക്കരയ്ക്ക് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ലക്ഷങ്ങൾ മുടക്കി അവിടെ നോക്കുകുത്തിയായി കിടക്കുകയാണ്. എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ല? മൂന്നാമത്തത് സജേട്ടൻ പറഞ്ഞു നടപ്പാതയുണ്ടെന്ന്. നടപ്പാതയുണ്ട്, വികലാംഗർക്കും നടക്കാൻ പറ്റില്ല. നന്നായിട്ട് 2 കാലിലവർക്ക് നടന്നാൽ വികലാംഗരാവും. ആ അവസ്ഥയിൽ നടപ്പാതയാണ്. എന്തിനാ അങ്ങനെ നടപ്പാത? വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സൈഡ് പറ്റുന്നില്ല. കുട്ടികളടക്കം നടു റോട്ടിലൂടെ നടക്കൽ അപകടകരമായിട്ട് എത്ര അപകടങ്ങളുണ്ടായി. വലിയൊരു പദ്ധതിയല്ലേ 105 കോടിക്ക്. അതിനിപ്പം മറുപടി പറയേണ്ടത് പഞ്ചായത്ത് അല്ലെങ്കിൽ കൂടി ഞാൻ പറയട്ടെ, പഞ്ചായത്തിന് എടുക്കേണ്ട തീരുമാനങ്ങളുണ്ടായിരുന്നു, എടുത്തില്ലല്ലോ. എന്തുകൊണ്ട് വാഴക്കോട് പ്ലാഴി റോഡ് ഉദ്ഘാടനം ചെയ്യുന്നില്ല? പ്രവർത്തിയായിട്ട് എത്രയായി?
അതിൻ്റെ ഉത്തരം നിങ്ങളുടെ പ്രതിനിധികളാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് പറയണം. ഒന്ന്. രണ്ടാമത്, ഇതെല്ലാം ചില സമരങ്ങൾ മാത്രം ചില സമരങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് കോൺഗ്രസ് മുഖരക്ഷിക്കുകയാണ്. കോൺഗ്രസിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് വിജിലൻസ് കേസ് അടക്കമുള്ള അല്ലെങ്കിൽ നിയമപരമായ നടപടി കോൺഗ്രസ് പോയില്ല? പിന്നെ BJPയുടെ ഒരു പ്രതിനിധിയുണ്ട് പഞ്ചായത്തിൽ. ഇന്ന് വരെ ഒരു വികസന മുരടിപ്പിനെതിരെ മിണ്ടാത്തൊരു പ്രതിനിധിയാണ് BJPക്ക് ചേലക്കര പഞ്ചായത്തിലുള്ളത്. ചേലക്കര പഞ്ചായത്ത് BJP ഏത് സമരമാണ് നടത്തിയത്? വാഴക്കോട് പ്ലായി റോഡ് ദുരിതത്തിൽ എന്ത് സമരമാണ് BJP നടത്തിയത്? 3 കക്ഷികളും പരസ്പരം ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ വികസന മുരടിപ്പിന്. ഈ സമീർ പറഞ്ഞതിൽ നിന്നും വിഷ്ണേട്ടൻ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം തുടങ്ങാം. അതായത് റോഡ് പണിയുടെ കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു ജനകീയ മുന്നേറ്റം എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതാത് സമയങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷൈലുമായിട്ടൊക്കെ ഞങ്ങളിത് സംസാരിക്കുകയും അതിന് പരിമിതികൾ വെച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അതിനുണ്ടാകുന്ന കോൺസിക്വൻസ് കുറച്ച് വലുതായതുകൊണ്ടും അതിന് ചെറിയ ബാക്ക് ഫുട്ടുകളൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ തനത് സമയങ്ങളിൽ ഇതെല്ലാം അറിയിച്ചുകൊണ്ടിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൻ്റെ കാര്യം 1000 തവണ പറഞ്ഞിട്ടുള്ളതാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സൈഡ് ലൈൻ ചെയ്യണം, അത് പൊട്ടിക്കഴിഞ്ഞാലാണ്. ആ ഇഷ്യൂസിനെ അവിടെ നിൽക്കട്ടെ. ഇനി വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മുടെ ചേലക്കര വലിയ പള്ളിയുടെ മുൻവശത്ത് ഒരു സ്ലാബ്, ഇത്രയും വലിയ സ്ലാബ് ഇതുവരെയായിട്ട് തിരിച്ചിട്ടിട്ടില്ല. അവിടെ നടക്കാൻ പറ്റുമോ? ഫുട്പാത്ത് ഇങ്ങനെ കയറി ഇറങ്ങി പോണ പോലെ ആയിക്കോട്ടെ, ഈവൻ ആ സ്ലാബ് പോലും പിടിച്ചിട്ടിട്ടില്ല. ഇത്രയും കാലമായി പണി നടന്നിട്ട് ചെയ്തിട്ടില്ല. പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് ഒരു 10 അടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇനി ആ കേസ് പോട്ടെ. വികസനത്തിൻ്റെ കേസ് മണിയേട്ടൻ ചോദിച്ച പോലെ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനുകൾ, വികസന പദ്ധതി ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് അതിൻ്റെ വികസനത്തിൻ്റെ കാര്യം പറയാം. ഇവിടെ ചേലക്കരയിലെ പഞ്ചായത്തിൻ്റെ ഇത് പ്രകാരം 5 കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ CSR ഫണ്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പഞ്ചായത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ CSR ഫണ്ട് ഉപയോഗിക്കാത്ത പല കോറികളിൽ നിന്ന് CSR ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. CSR ഫണ്ടുകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ കാര്യത്തിന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പദ്ധതിയുണ്ട്. പഞ്ചായത്തിൻ്റെ കെട്ടിടം, പഞ്ചായത്തിൻ്റെ മാർക്കറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് മൂന്നാർ മോഡൽ പൊളിച്ച് കളഞ്ഞിട്ടുള്ള വികസനമല്ല, അല്ലാത്ത രീതിയിൽ തന്നെ അതിന് വ്യക്തമായൊരു പ്ലാനിങ്, ഒരു ആർക്കിടെക്ചർ വ്യൂവിൽ കൂടി ആ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് പഞ്ചായത്ത് മാർക്കറ്റ് UDF ഭരണകാലത്ത് ഉണ്ടാക്കിയ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയ ഓക്കെ. ഇവിടെ മറ്റേ ഒരു സ്വാമി ശരണം എന്നൊരു ഭക്തൻ, അദ്ദേഹം മലയ്ക്ക് പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നീക്കുമ്പോൾ ആദ്യം സ്വാമി ശരണം എന്ന് പറയും. അതിന് ഇത്ര അസ്വസ്ഥത കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കാണിക്കും. പിന്നെ ഈ ഒരു അഴിമതി യൂട്യൂബിൽ കണ്ട് അഴിമതി പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ പറഞ്ഞു യൂട്യൂബിൽ അഴിമതിയല്ല, ഇവിടെ ഭരണ പ്രതിപക്ഷം ഒത്തൊരുമിച്ച് ചേലക്കര ടൗണിൽ നടത്തിയ ഒരു അഴിമതി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ സമയത്ത് ലൈസ്യം റോഡ് 16 ലക്ഷം രൂപയ്ക്ക്, അവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്, വീടുകൾക്ക് വെള്ളക്കെട്ടായി കഴിഞ്ഞാൽ ആൾക്കാർ മഴക്കാലമായി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് മാറണം. അവിടെ 16 ലക്ഷം രൂപയുടെ റോഡ് ടാറിങ്ങും സൈഡിൽ കാന പണിയാനും ടെൻഡർ വെച്ചിട്ടുള്ളതാണ്, അതിന് ഭരണാനുമതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ പണിയുന്ന സമയത്ത് അത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് 2 സൈഡും ഫില്ല് ചെയ്ത് അവിടെ കോൺക്രീറ്റ് നടത്തി. ഏത് അനുമതി പ്രകാരമാണ് അത് നടത്തിയത്? കരാറുകാരന് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി 2 കൂട്ടരും കൂടി ഒത്തൊരുമിച്ച് നടത്തിയ ഒരു വൻ അഴിമതിയാണത്. എൻ്റെ വാർഡിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നടന്നൊരു അഴിമതിയാണത്, വ്യക്തമാണ്. 100% ഞാനിവിടെ വെല്ലുവിളിക്കുന്നു. നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഉത്തരം, പ്ലസ് അതിന് കൂടെ അടുത്ത 5 വർഷം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു സമയമാണ്. എല്ലാവരും ഒരു 3 മിനിറ്റ് സമയത്തിനുള്ള എല്ലാവരും 3 മിനിറ്റ് സമയം മാത്രം എടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കണം. ഈ ലൈസിയം കോളേജ് റോഡിനെ കുറിച്ച് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. ലൈസിയം കോളേജ് റോഡ് കാന നിർമ്മിച്ച് റോഡ് റീടാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം കാന നിർമ്മിക്കാനുള്ള വീതി റോഡിനില്ല എന്നും കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ പ്രദേശവാസികൾക്ക് ഗുണകരമാകും എന്ന് അവരുടെയും കൂടിയും അഭിപ്രായം മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ട് അത് നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് സംസ്ഥാന തലത്തിൽ പരാതി പോയിട്ടുണ്ട്. ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണം നടന്നിട്ട് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയിൽ
ക്രമക്കേട് നടന്നിട്ടില്ല, ആണ് നിർവഹണ ഉദ്യോഗസ്ഥൻ, അയാളെ പോലും ശിക്ഷിക്കാവുന്ന തരത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആ പ്രദേശത്തുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനൊരു നിർമ്മാണ പ്രവൃത്തിക്ക് ഏർപ്പാട് ചെയ്ത. അതാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസനം എന്ന് പറഞ്ഞത്. ആദ്യം 12 ലക്ഷം രൂപ വെച്ച് പിന്നീട് പൈസ കൂട്ടി വെച്ച്. അതാണ് അടുത്ത 5 വർഷത്തേക്കുള്ള നിങ്ങളുടെ എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്ന് വളരെ ചുരുക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. 5 വർഷക്കാലം ഇപ്പം നേരത്തെ തൊഴിലിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. തൊഴിൽ എല്ലാവർക്കും സർക്കാർ ജോലി നടപ്പാക്കി കൊടുക്കുക എന്നതല്ല ഭരണസമിതിയുടെ നാളിതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. 258 സംരംഭങ്ങളാണ് പഞ്ചായത്തിനകത്ത് ഇതിനകം പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. 42 നിലവിൽ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇനിയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അവർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ കുടിവെള്ളം എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നതും കൂടിയും പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന രീതികളാണ്. അതുപോലെ തന്നെ വനിതാ വിഭാഗം സ്ത്രീകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പ് സാമ്പത്തിക വർഷം തന്നെ 25 ലക്ഷം രൂപ ഒരു വനിതാ പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റും കൂടിയും വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിജയിച്ചു വന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ കഴിയും എന്ന കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അതാണ്. എല്ലാ ആശംസകളും UDF പ്രതിനിധിക്ക് പറയാനുള്ള ചുരുങ്ങിയ വാക്കുകളിൽ അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള പല ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അതിനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഏറ്റവും പ്രധാനമായിട്ട് യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പദ്ധതി തന്നെയാണ്. എല്ലാ വില്ലേജുകളിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങളൊരു വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ ഏറ്റവും വലിയൊരു തനത് കളിയാണ് തലമ പന്ത് കളി. ചേലക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ആ കളിയെ ഇത്രയും അതിനൊരു ഫണ്ടൊക്കെ കൊടുത്ത് ഇത്രയും നല്ല രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് പോളിടെക്നിക്, ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉള്ളത് ചേലക്കര പോളിടെക്നിക്കാണ്. ആ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികൾ 3 കൊല്ലം പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് ഫെയർ, നല്ല രീതിയിലുള്ള ഒരു ജോബ് ഫെയർ കൊടുക്കാനായിട്ടും അവർക്ക് നല്ലൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ തന്നെ കിട്ടാനായിട്ടുള്ള ഒരു പദ്ധതി എങ്ങനെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു പദ്ധതി ഞങ്ങൾക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡിലും, അത് ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി തന്നെയാണ്, എല്ലാ വാർഡിലും വയോജനങ്ങൾക്ക് ഇരിപ്പിടം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തോടുകളുടെ നവീകരണം അത് വളരെ പ്ലാൻഡായിട്ട്, വെറുതെ എല്ലാ കൊല്ലവും പോയി മണ്ണ് മാന്നുന്നില്ല, വളരെ പ്ലാൻഡായി തോടുകളിൽ എല്ലാം മണ്ണ് മാറ്റി വീതി കൂട്ടി അതിന് സൈഡിൽ ബെൽറ്റ് ചകിരി കൊണ്ടുള്ള കയറിട്ട് ചെയ്യുന്ന തോടുകളുടെ കാര്യത്തിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു കാരണവശാലും സ്വജനപക്ഷപാതം കാണിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൊറി എഴുതി വയ്ക്കാൻ സാഹചര്യം ഉണ്ടാക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ടിട്ട് പറയാനായിരിക്കുന്നത്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വരുന്നത് വ്യക്തിഗത ആനുകൂല്യങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരു കാരണവശാൽ പോലും സ്വജനപക്ഷപാതം കാണിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു 10-35ഓളം പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ സമയക്കുറവ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രദീപോട് അടുത്ത് വന്നതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പറയില്ല. അതുപോലെ തന്നെ മലയോര കർഷകർക്ക് അനുഭവിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ആനകളുടെ ശല്യത്തിൽ നിന്നും ഒരു സമഗ്ര, അതൊരു ഒരു സ്വിച്ചിട്ടാൽ നിർത്തുന്ന പോലത്തെ ഒരു പരിപാടികളും നമുക്ക് ആവിഷ്കരിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അതിന് കർഷകരോടൊപ്പം നിൽക്കുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും. കൃത്യമാണ്. NDA പ്രതിനിധിക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ഈ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഞങ്ങൾ ഇതുവരെ ഇവിടെ ചേലക്കര പഞ്ചായത്തിലൊരു ഭരണം ഉണ്ടായിട്ടില്ല BJPക്ക്. ഇത്തവണ ഇവിടെ BJPക്ക് ഭരണ സാധ്യത വരികയാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഒരുപാട് കാലത്തെ കഷ്ടതകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക. അതാണ് പ്രഥമ നടപടി. പ്രധാനമായും ആശുപത്രി, ചികിത്സാ സൗകര്യങ്ങൾ, ഇവിടെ ഒരു ദൂര സ്ഥലങ്ങൾ, ഒരുപാട് നമ്മുടെ കാർഷിക മേഖലയാണ് ചേലക്കര, ഒരുപാട് ഉൾപ്രദേശങ്ങൾ അടങ്ങിയ സ്ഥലം. രാത്രി കാലങ്ങളിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അതുപോലെ അത് പകലായാലും ശരി,
അവർക്ക് പെട്ടെന്നൊരു ആശുപത്രിയിൽ എത്തിച്ചേരാനോ ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് അവർക്ക് നോക്കാനോ ഇന്നേ വരെ ഇവിടെ ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ഒരു ഡോക്ടറുടെ സൗകര്യം, ഒരു വീട്ടിലൊരു രോഗീനെ വന്ന് ഒന്ന് പരിചരിക്കാൻ, ഒന്ന് നോക്കാൻ പോലും ഒരു ഡോക്ടർ ഇവിടെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ഇല്ല നിലവിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ട ഡോക്ടറെ അവിടെ എത്തിക്കാൻ, വീടുകളിൽ വന്ന് പരിശോധിക്കാനും അവരെ ചികിത്സയ്ക്ക് പ്രഥമ പരിഗണന നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഡയാലിസിസ് സെൻറ്ററിൽ ഇവിടെ ഒരു 5 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് സൗകര്യം ചേലക്കര ഇപ്പോൾ ഉള്ളതിൽ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. അത് ഈ ചേലക്കര പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കും. അതുപോലെ ഒരു കുട്ടികൾക്ക് ഒരു കളിസ്ഥലം ചേലക്കരയിൽ ഇന്നേ വരെ ഇല്ല. ഒരു കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിലും അതുപോലെ ഒഴിവുള്ള സമയങ്ങളിൽ വീട്ടുകാരുമായി ഒന്ന് ഉല്ലസിക്കാൻ ഒരു കളിസ്ഥലം, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ചേലക്കരയിലെ ഗതാഗതക്കുരുക്ക്, ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾക്ക് വന്ന് യാത്രാ സൗകര്യം, യാത്രാ ദുരിതം, ഇത് മുഴുവൻ പരിഹരിക്കാൻ വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കും. കാർഷിക മേഖലയിൽ കാട്ടാന ശല്യം, വന്യമൃഗശല്യം, ഇതൊക്കെ വളരെയധികം ദുരിതം നേടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ചീർപ്പുകൾ, ജലസേചന സൗകര്യം അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനെ പരിപാലിക്കാൻ ഒരു നടപടി ഇവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കർഷകർക്ക് വേണ്ടി ചെയ്യും. വളരെ കൃത്യമാണ്. നിലപാടുകൾ 3 മുന്നണികളും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു. വളരെ ഗംഭീരമായ ചർച്ചയായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിമിതി. നമുക്ക് ഒരു ദിവസം മുഴുവനും ചർച്ച ചെയ്താലും തീരാത്ത വിഷയങ്ങൾ നമുക്കുണ്ട്. എങ്കിലും അപ്പോൾ നമ്മൾ വളരെ ജനാധിപത്യപരമായ രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ ഗംഭീരമായി പങ്കെടുത്തു എന്ന് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ജനാധിപത്യപരമായി പരസ്പരം ആ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ തദ്ദേശം 2025 എന്ന പരിപാടി ആദ്യ എപ്പിസോഡ് ചേലക്കര പഞ്ചായത്തിൽ നടത്തിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ പാർട്ടി അംഗങ്ങൾക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടുകൂടി തന്നെ നാളെ അടുത്ത എപ്പിസോഡിൽ പാഞ്ഞാൾ പഞ്ചായത്തുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.